News 24/7. അച്ചയൻസ് ഗോൾഡ് കേരളാംഗം വോട്ടെണ്ണൽ ദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അച്ചയൻസ് ഗോൾഡ് കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട. പവർഡ് ബൈ നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ ഐബിസിൽ പഠിക്കാം. അസോസിയേറ്റ് സ്പോൺസർ അഹല്യ തരും ബെസ്റ്റ് റേറ്റ് ആൻഡ് ബെസ്റ്റ് സർവീസ്. അഹല്യ, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും കരുതലോടെ. SLBS Marklands ഒരു പ്രൊഫഷണൽ ജോലിക്കായി പഠിക്കൂ. SLBS Marklands. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. An academy for future doctors and engineers. Future powered by Gokulam. Sapphire 7 roof tile ka enda bhangi enda eduppu. Nisra Golden Diamonds, Kalpaga Building, Bypass Road, Kondoti. Co-sponsor Jewel Rock Gold Loan, Kerala and Tamil Nadu. നമസ്കാരം. കേരള വിഷൻ ന്യൂസ് കേരളാംഗം വോട്ടെണ്ണൽ ദിനത്തിലേക്ക് സ്വാഗതം. ഇത് മെയ് 4, 2026. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാൻ ഇനി വെറും 60 മിനിറ്റുകൾ മാത്രം. 16ാം കേരള നിയമസഭയിലേക്കുള്ള വോട്ടെണ്ണൽ ആരംഭിക്കാൻ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 140 മണ്ഡലങ്ങളിൽ ജനങ്ങൾ ആർക്കാണ് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത് എന്നറിയാൻ ഇനി 60 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. 10 വർഷത്തെ ഭരണ തുടർച്ചയ്ക്ക് ശേഷം ഹാട്രിക് വിജയത്തിനായി LDF കാത്തിരിക്കുമ്പോൾ അധികാരം തിരിച്ചു പിടിക്കാൻ സർവ്വസന്നാഹങ്ങളുമായി UDF തയ്യാറായി നിൽക്കുന്നു. അതിനിടയിൽ താമര വിരിയിക്കാൻ LDFും. ഇത് വെറുമൊരു വോട്ടെണ്ണലല്ല, ഇത് കേരളത്തിൻ്റെ അതിജീവനത്തിൻ്റെയും രാഷ്ട്രീയ പ്രബുദ്ധതയുടെയും പരീക്ഷാഫലമാണ്. ആ പരീക്ഷാഫലമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അടുത്ത 1 മണിക്കൂർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുക്കിലും മൂലകളിൽ നിന്നുമുള്ള തത്സമയ വിവരങ്ങളുമായി കേരള വിഷൻ ന്യൂസ് കേരളാംഗം വോട്ടെണ്ണൽ തത്സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഈ വോട്ട് എണ്ണി തീരുന്നത് വരെ മാത്രമല്ല, അതിനുശേഷം അധികാരത്തിൽ വരുന്നവർക്കൊപ്പം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, ഒപ്പം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആരംഭിക്കുന്ന ഉദ്വേഗജനകമായ മറ്റു കാര്യങ്ങളുമായി ചേർന്നുകൊണ്ട് എന്തായാലും ആരാണ് ചിരിക്കാൻ പോകുന്നത്, ആരാണ് കരയാൻ പോകുന്നത് എന്നറിയാൻ പോകുന്നു. കേരള വിഷൻ കവറേജ് തുടങ്ങുന്നു. വോട്ട് നോക്കാം. ടോപ്പ് ഹെഡ്ലൈൻസ്. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മിനിറ്റുകൾ മാത്രം. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ടുകൾ. ആദ്യ ഫലസൂചനകൾ 8:30യോടെ. സമഗ്ര കവറേജുമായി കേരള വിഷൻ ന്യൂസ്. ഉറച്ച ആത്മവിശ്വാസത്തിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. ഭരണം നിലനിർത്തുമെന്ന പ്രതീക്ഷയിൽ LDF, അധികാരം തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ UDF, ഒന്നിലേറെ സീറ്റുകൾ നേടാമെന്ന വിശ്വാസത്തിൽ BJP. തമിഴ്നാട്ടിലും വോട്ടെണ്ണൽ അല്പസമയത്തിനകം. അധികാര തുടർച്ച പ്രതീക്ഷിച്ച് DMK. തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ AIADMK BJP സഖ്യം. TVK നിർണായക ശക്തിയാകുമോ എന്നതിൽ ആകാംക്ഷ. പുതുച്ചേരിയിലും വോട്ടെണ്ണൽ ഉടൻ. പശ്ചിമ ബംഗാളിൽ അട്ടിമറിയുണ്ടാകുമോ? 294-ൽ 293 മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ അല്പസമയത്തിനകം. തുടർഭരണം ഉറപ്പ് എന്ന ആത്മവിശ്വാസത്തിൽ തൃണമൂൽ കോൺഗ്രസ്. അട്ടിമറി വിജയം നേടുമെന്ന പ്രതീക്ഷയിൽ BJP. ബംഗാളിൽ കനത്ത സുരക്ഷ. അസമിൽ തുടർഭരണം പ്രതീക്ഷിച്ച് BJP. കേരളം ആര് ഭരിക്കുമെന്ന 1 മാസം നീണ്ട ആകാംക്ഷയ്ക്ക് വിരാമമാവുകയാണ്. അടുത്ത 1 മണിക്കൂർ ഇനിയില്ല. കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിമിഷങ്ങൾ മാത്രം എന്നുള്ളതിലേക്ക് നമ്മൾക്കതിനെ കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ 8 മണിക്ക് കൃത്യം ആരംഭിക്കാൻ പോകുന്നു. സ്ട്രോങ് റൂമുകളൊക്കെ തുറന്നു തുടങ്ങിയിരിക്കുന്നു. സംസ്ഥാനത്ത് 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. ഈ 140 കേന്ദ്രങ്ങളിലെയും സ്ട്രോങ് റൂമുകളൊക്കെ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ടേബിളുകളൊക്കെ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണാൻ പോകുന്നത്. തുടർന്ന് 8:30 മുതൽ വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകളൊക്കെ എണ്ണിത്തുടങ്ങും. ആദ്യ ഫലസൂചനകൾ 8:30 അറിയാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേരളത്തിൻ്റെ ജനവിധി. അത് 1 മാസം നീണ്ടു നിന്ന ആകാംക്ഷയ്ക്ക് ശേഷം ഇത്രത്തോളം വലിയ ആകാംക്ഷ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ കഴിഞ്ഞ വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾക്കായി കാത്തിരിക്കുന്നവർ, അവരുടെ മുമ്പിൽ വേഴാമ്പലുകളെ പോലെ കാത്തിരുന്ന കേരള ജനതയെ സംബന്ധിച്ചിട്ട് ഇനി ഈ 1 മണിക്കൂറിൽ താഴെയുള്ള ഈ സമയം മാത്രമേ ഉള്ളൂ. എല്ലാവരും തയ്യാറായിട്ടിരിക്കുന്നു. ഇത്രമേൽ
സിനിമയിൽ ഒരു ക്രിക്കറ്റ് കളി കാണുന്നത് പോലെ, ഒരു ഫുട്ബോൾ ഫൈനൽ കാണുന്നത് പോലെ അതിനേക്കാൾ വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നിട്ടുണ്ടാവില്ല കേരള ജനത. പ്രത്യേകിച്ചും വോട്ട് ചെയ്തവർ, ഒപ്പം തന്നെ വോട്ട് ചെയ്യാത്തവരും കാത്തിരിക്കുന്നു. തങ്ങൾ വോട്ട് ചെയ്യാതിരുന്നിട്ടും ആരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നറിയുന്നതിന് വേണ്ടി കൂടി. എന്തായാലും വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരും അടങ്ങുന്ന സമ്പൂർണ്ണ കേരള ജനത ഇന്ന് ടെലിവിഷൻ ചാനലുകളുടെ മുമ്പിലാണ്. ഞങ്ങളുടെ വിവിധ പ്രതിനിധികൾ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മോടൊപ്പമുണ്ട്. ഡി ബിനോയ് ചേരുന്നു, പ്രസാദ് MJ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു, ഇടുക്കിയിൽ നിന്ന് അനീഷ് ആന്റണി ചേരുന്നു, തൃശ്ശൂരിൽ നിന്ന് അനീഷ് ആന്റണി, തിരുവനന്തപുരത്ത് നിന്ന് പ്രദീപ് പാറശാല, എല്ലാവരും ഇപ്പോൾ ഉണ്ട്. ഡി ബിനോയ്, ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ഈ നിമിഷം എന്ന് പറയുന്നത് എത്രത്തോളം സസ്പെൻസ് നിറഞ്ഞതാണ്? ഒരു മാസത്തോളം നീണ്ട ആകാംക്ഷയ്ക്ക് ഇന്ന് വിരാമമാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയികളെ കണ്ടെത്താനുള്ള വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നു. 43 സ്ഥലങ്ങളിലായിട്ട് 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. ആദ്യ ഫലസൂചനകൾ 9 മണിയോടുകൂടി അറിയാൻ കഴിയും. ഓരോ റൗണ്ടും പൂർത്തിയാകാൻ അരമണിക്കൂർ വരെ വേണ്ടിവരാം. രാവിലെ 8 മുതൽ തപാൽ വോട്ടുകളും 8:30 മുതൽ EVM-ലെ വോട്ടുകളും എണ്ണും. സ്ട്രോങ് റൂമിൽ നിന്ന് തപാൽ വോട്ടുകൾ ആദ്യം വോട്ടെണ്ണൽ ഹാളിൽ എത്തിക്കും. അതിനുശേഷം 50 വീതം കെട്ടുകളാക്കും. അങ്ങനെ 50 വീതം കെട്ടുകളാക്കിയാണ് എണ്ണുക. വൈകിട്ട് 5 മണിയോടുകൂടി മുഴുവൻ ഫലവും പുറത്തു വന്ന് ഇലക്ഷൻ സർട്ടിഫിക്കറ്റ് വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ട് ഇന്ന് രാവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രക്തൻ യു കേൽക്കർ പറയുകയുണ്ടായി. ഓർക്കുക, 2021 കക്ഷിനില ആകെ സീറ്റ് 140 അതിൽ LDF 99, UDF 41. മറ്റൊരു കാര്യം, സർവീസ് വോട്ടർമാരായിട്ടുള്ള 53,984 പേരിൽ ഇതുവരെ 20,028 പേർ വോട്ട് രേഖപ്പെടുത്തിയ തപാൽ ബാലറ്റുകൾ ലഭിച്ചതായിട്ട് CEO അറിയിച്ചിരിക്കുന്നു. മെയ് 1 വരെയുള്ള കണക്കുകളാണ് ഇത്. ഇപ്പോൾ രാവിലെ 8 മണിക്ക് മുമ്പ് ലഭിക്കുന്ന തപാൽ ബാലറ്റുകളും വോട്ടെണ്ണലിന് പരിഗണിക്കും. നേരത്തെ 79.63 ആയിരുന്ന പോളിംഗ് ശതമാനം തപാൽ ബാലറ്റുകൾ ചേർത്ത് 79.70% ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ 8 മണിയാകാൻ പോകുന്നതേയുള്ളൂ. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 6 ഇനി ഈ 8 മണിക്കുള്ളിൽ 8 മണി വരെ, ഇന്ന് രാവിലെ 8 മണി വരെ ലഭിക്കുന്ന തപാൽ ബാലറ്റുകളും വോട്ടെണ്ണലിന് പരിഗണിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഡി ബിനോയ് ചേരുന്നു. ഈ നിമിഷങ്ങളിലെ സസ്പെൻസ് എത്രത്തോളമുണ്ട്? സ്ഥാനാർത്ഥികളും ഇപ്പോൾ ഈ കൗണ്ടിംഗ് സെന്ററുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഒപ്പം സ്ഥാനാർത്ഥികൾ മാത്രമല്ല, സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുന്ന ഈ കൗണ്ടിംഗ് ഏജന്റുമാർ ഉൾപ്പെടെയുള്ളവരെ ഈ കൗണ്ടിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ സ്ട്രോങ് റൂം തുറക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ. ഇതിനിടയിൽ വയനാട്ടിൽ ഒരു സ്ഥലത്ത് സ്ട്രോങ് റൂം തുറന്നു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. സ്ട്രോങ് റൂം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നു. മൊത്തത്തിൽ എല്ലാവരും ശുഭപ്രതീക്ഷയിലാണ്. LDF ആയാലും UDF ആയാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നേതാക്കന്മാർ പറയുന്ന അനുസരിച്ച് LDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതീക്ഷ ഒട്ടും തന്നെ കൈവിട്ടിട്ടില്ല. കാരണം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോഴും LDF നേതാക്കൾ പറയുന്നത്. കാരണം സ്വാഭാവികമായിട്ടും വളരെ കുറച്ച് ആളുകളിൽ നിന്ന് എടുക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെടുന്ന ഒരു ഫലസൂചകത്തെ എത്ര കണ്ട് അംഗീകരിക്കാനാകും എന്ന നിലപാടാണ് ഇപ്പോഴും നേതാക്കന്മാർക്കുള്ളത്. അതേസമയം UDF ആകട്ടെ 2021 എക്സിറ്റ് പോൾ ഫലങ്ങൾ വളരെയധികം നിർണായകമായിരുന്നു. അന്ന് LDF-ന് അനുകൂലമായിരുന്നു. അതുമാത്രവുമല്ല, ഈ പോളിംഗ് ശതമാനം കൂടിയ കണക്കുകളൊക്കെ നിരത്തിക്കൊണ്ടാണ് UDF-ഉം പ്രതീക്ഷ പങ്കുവെക്കുന്നത്. അങ്ങനെ എല്ലാവരും സാധാരണ 2021 2016 ഒക്കെ കണ്ട തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഉള്ളത്. അതുമാത്രമല്ല, നേതാക്കന്മാരുള്ളത്. ഇവരൊക്കെ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ ഭരണവിരുദ്ധ വികാരം അല്പം പോലും അലയടിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നതെന്നാണ് LDF-ന്റെ വാദഗതി. കാരണം കഴിഞ്ഞ 10 വർഷമായി ഒരു ഭരണ തുടർച്ച എന്ന നിലയ്ക്ക് ജനങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ജനഹിതമനുസരിച്ച് സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തിച്ച ഒരു സർക്കാരിന് അനുകൂലമായ തരത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് വലിയ വിജയത്തിലേക്ക് വഴിവെക്കും എന്നുള്ള പ്രതീക്ഷ LDF-നുണ്ട്. UDF ആകട്ടെ ഭരണവിരുദ്ധ വികാരം, അതിനപ്പുറത്തേക്ക് CPIM-ൽ സമീപകാലത്തുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ, അതിനെല്ലാം ഉപരിയായി പലതരത്തിലുള്ള പ്രാദേശിക വിഷയങ്ങൾ, ഇതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ തന്നെ വോട്ടായി UDF-ന് വന്നിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷ UDF-ഉം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്ന ഒരു ഇടവേളയായിരുന്നു
ആയിരുന്നു പോളിംഗിനും ഈ കൗണ്ടിങ്ങിനും ഇടയിൽ ഉണ്ടായിരുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം പോളിംഗ് ദിനം കഴിഞ്ഞതിന് ശേഷം മുതൽ തന്നെ കോൺഗ്രസിൽ വളരെ വലിയ തരത്തിലുള്ള ചർച്ചയായിരുന്നു. ആര് മുഖ്യമന്ത്രിയാകും, അല്ലെങ്കിൽ ആരായിരിക്കും ഇനി സംസ്ഥാനത്തെ UDF മന്ത്രിസഭയെ നയിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്ന ഒരു മാസ ഇടവേളയാണ് ഇന്ന് പൂർത്തിയാകാൻ പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇതിനിടയിൽ ഗ്രൂപ്പ് തിരിഞ്ഞും അല്ലാതെയും നേതാക്കന്മാരെ ഉയർത്തിക്കാണിച്ചും നേതാക്കന്മാർക്ക് വേണ്ടി വാദിച്ചും ഒക്കെ മുന്നോട്ട് പോയ അണികളെയും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് അവർ നടത്തിയ വലിയ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. LDF ആകട്ടെ ആ സമയത്തൊക്കെ തന്നെ ഒരു നിശബ്ദതയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പ്രത്യേകിച്ചും LDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു വലിയ വാദഗതികൾക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആരാകുന്ന കാര്യത്തിലോ ഒന്നും തന്നെ ചർച്ചകളില്ല. കാരണം നേരത്തെ തന്നെ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചിരുന്നു കേരളത്തിൽ ഇടതുമുന്നണിയുടെ മന്ത്രിസഭ വരും, ആ മന്ത്രിസഭയെ നയിക്കുക പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്ന തരത്തിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകൾ വഴിവെക്കാതെ നേരത്തെ തന്നെ പോളിറ്റ് ബ്യൂറോയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ LDFനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ശുഭകരമായി എന്ന് വിശ്വസിക്കുന്ന തരത്തിലാണ് അവരുടെ മുന്നോട്ട് പോക്ക്. അതിനപ്പുറത്തേക്ക് വാദഗതികൾക്കോ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങൾക്കോ തന്നെ തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെ LDFന്റെ ആ നിശബ്ദതയെക്കുറിച്ച് അത് അർത്ഥപൂർണമായിട്ടുള്ളൊരു നിശബ്ദതയാണോ, അത് ഒരു ഗർജനത്തിന് വേണ്ടി കാത്തുനിന്ന നിശബ്ദതയാണോ എന്നൊക്കെ അറിയുന്നതിനാണ് ഇപ്പോൾ ഈ വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ ഇനി അത് അറിയാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കേരള വിഷൻ ന്യൂസിൻ്റെ നമ്മുടെ സ്ക്രീൻ ഒന്ന് നമ്മൾക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആ സ്ക്രീനിലൂടെ എത്രത്തോളം വ്യക്തമായിട്ട് പ്രേക്ഷകർക്ക് ഈ വോട്ടെണ്ണലിൻ്റെ എല്ലാ ഉദ്വേഗജനകമായ നിമിഷങ്ങളും അറിയാൻ കഴിയുമെന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെയും വോട്ട് എണ്ണിക്കഴിയുന്ന വേള മാത്രമല്ല, വോട്ട് എണ്ണുന്ന നിമിഷം മുതൽ LDFും UDFും NDAയും ഏതൊക്കെ രീതിയിൽ ലീഡ് ചെയ്യുന്നുവെന്ന് മുകൾ നിലയിലെ ബാനറിലൂടെ ടോപ്പ് ബാനറിലൂടെ അറിയാൻ കഴിയും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇടതുവശത്ത് ജില്ല തിരിച്ചുകൊണ്ട് നമ്മൾ ഏത് മുന്നണിയാണ് ലീഡ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. വലതുവശത്തേക്ക് വരികയാണെങ്കിൽ അവിടെ ആരൊക്കെയാണ് മുന്നിൽ പിന്നിൽ, ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളാണ് മുന്നിൽ പിന്നിൽ എന്നറിയാൻ കഴിയും. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലെ വോട്ടിംഗ് നിലയും അവിടുത്തെ ലീഡ് നിലയും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസുകൾ അപ്പോൾ നമ്മൾ മെയിൻ വിൻഡോയിലൂടെ നൽകുകയും ചെയ്യും. ആ രീതിയിലാണ് കേരള വിഷൻ ന്യൂസ് സമഗ്രമായിട്ട് ഈ വോട്ടെണ്ണലിനെ ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഡി ബിനോയ്. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതീക്ഷയുടെ നാളുകൾ തന്നെയായിരുന്നു LDFനും UDFനും എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന് വലിയ പ്രത്യേകതകളുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഉറ്റുനോക്കുന്നത്. ഇന്ത്യ ഒട്ടാകെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് കേരളത്തിലെ എന്ന് പറയാൻ കഴിയും. കാരണം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യത്തിലെ പ്രധാനപ്പെട്ട 2 കക്ഷികൾ പരസ്പരം ചേരി തിരിഞ്ഞുകൊണ്ടുള്ള മത്സരം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ സാഹചര്യം. കാരണം CPIM നയിക്കുന്ന ഇടതുമുന്നണിയും കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും അങ്ങനെ ചേരിതിരിഞ്ഞു മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷിയാണ് കോൺഗ്രസ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മത്സരിക്കുന്നു. അവർ BJPക്കെതിരെ വലിയ തരത്തിലുള്ള സഖ്യം പടുത്തുയർത്തുവാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലും പോരാട്ടത്തിലുമാണ് ഇന്ത്യ സഖ്യം. അതിനിടയിലാണ് കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷികൾ. കാരണം CPIMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് കേരളമാണ്. അത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ ചർച്ചകൾ നടന്നിട്ടുള്ളത് കേരളവുമായി ബന്ധപ്പെട്ട് CPIMൻ്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രമല്ല അതിനുമപ്പുറം ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ആളുകളും വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കപ്പെടുന്നൊരു ഫലം തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും ഇന്ത്യ സഖ്യം അത് വലിയ തരത്തിലുള്ളൊരു ചെറുത്തുനിൽപ്പ് BJPക്കും NDAക്കെതിരെയും ഒക്കെ നടത്തുന്നൊരു കാഴ്ച നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടതാണ്. പ്രത്യേകിച്ചും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ട് പിന്നാലെ വന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലുമൊക്കെ NDAയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർണായകമായൊരു നീക്കം നടത്തുവാൻ കേരളത്തിലായാലും ഒപ്പം തന്നെ തമിഴ്നാട്ടിലായാലും ഒക്കെ കഴിയാത്ത തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയത് ഈ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളായ CPIMും കോൺഗ്രസുമാണ്. അതുകൊണ്ട് തന്നെ ഈ സഖ്യങ്ങളുടെ തരത്തിൽ പറയുമ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ നിരീക്ഷകർ വലിയ ശ്രദ്ധയോടുകൂടി തന്നെ നിരീക്ഷിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഈ
രാഷ്ട്രീയ പാർട്ടികൾക്ക് കേരളത്തിൽ അവരുടെ കണക്കുകൾ കൂട്ടാനും കിഴിക്കാനുമായി കിട്ടിയത് ഏകദേശം ഒരു മാസത്തെ സമയമായിരുന്നു. അതിൽ കൃത്യമായി ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ബൂത്ത് അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ മണ്ഡലാടിസ്ഥാനത്തിലും ഒക്കെ അവർക്ക് കൃത്യമായി കിട്ടിയ വോട്ടുകൾ, എവിടെയൊക്കെ വോട്ടുകൾ നഷ്ടമായി, എന്തൊക്കെ കാര്യത്തിലാണ് വോട്ടുകൾ നഷ്ടമായത് എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ അവർ വലിയ തരത്തിലുള്ള ഒരു ചർച്ചകൾ നടത്തിയും ഒപ്പം തന്നെ കണക്കെടുപ്പുകൾ നടത്തിയും. ഇപ്പോൾ സൂചിപ്പിച്ച ഈ ഒരു മാസത്തെ കാത്തിരിപ്പ് എന്ന് പറയുന്നത്, ആ ഒരു മാസത്തെ കാത്തിരിപ്പ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു മാസം നീണ്ടു നിന്ന കാത്തുനിൽപ്പിന് ശേഷം ഒരു സൂപ്പർ ഹിറ്റ് സിനിമ കാണാൻ വേണ്ടി തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്ന വ്യക്തികളെ പോലെയാണ് കേരളത്തിലെ ജനത ഇപ്പോൾ ടെലിവിഷൻ സ്ക്രീനുകളുടെ മുമ്പിലുള്ളത്. അതേസമയത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സാധാരണ രീതിയിൽ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സാമാന്യ ജനത്തെ സംബന്ധിച്ചിട്ട് മറ്റ് സംസ്ഥാനങ്ങൾ അവരുടെ ഒരു വിഷയമേ ആവാറില്ല. പക്ഷേ കേരളത്തോടൊപ്പം തന്നെ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വിജയിൻ്റെ ഒരു സിനിമ റിലീസ് ആവുന്ന ദിവസം എങ്ങനെയാണോ അതിന് തത്തുല്യമായ രീതിയിലുള്ള ആവേശവും ഉദ്വേഗവും എല്ലാം തമിഴ്നാട്ടിലുണ്ട്. കാരണം വിജയ് വരുന്നതുകൊണ്ട്, TVK വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ എന്ന് പറയുന്നത് വിജയിൻ്റെ ഒരു ചിത്രം റിലീസ് ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള രീതിയിലാണ്. അത് വിജയിനെ പിന്തുണയ്ക്കുന്ന മലയാളികൾ മാത്രമല്ല, TVKയോട് താല്പര്യമുള്ളവരും ഇല്ലാത്തവരും വിജയ് എന്നുള്ള ഘടകമുള്ളത് കൊണ്ടുകൂടി. മറുവശത്താകട്ടെ സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ അങ്ങേയറ്റം പുരോഗമനാത്മകമായിട്ടുള്ള രീതിയിൽ ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഉണ്ട് എന്ന് പറയപ്പെടുന്ന പുരോഗമന നിലപാടിനേക്കാൾ കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്ന നിലപാടുകളിലൂടെയൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതിലേക്ക്. ഒപ്പം BJP അവിടെ ഏത് രീതിയിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സഖ്യങ്ങളിലൂടെ ശ്രമിക്കുന്നു എന്നുള്ളതിലൂടെയൊക്കെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പും കേരളത്തിൽ നിന്ന് തമിഴ് സിനിമകൾ കാണുന്ന മലയാളികളായിട്ടുള്ള വിജയിനോടക്കമുള്ള സ്നേഹമുള്ള ആരാധനയുള്ള മലയാളിയെ സംബന്ധിച്ചിട്ട് ഒരു വശത്ത് കേരളത്തിലെ വോട്ടെണ്ണൽ മുന്നേറിക്കൊണ്ടിരിക്കെ തന്നെ തമിഴ്നാട്ടിൽ TVK, വിജയ്, സ്റ്റാലിൻ ഇങ്ങനെയുള്ളവരുടെ മുന്നോട്ട് പോക്കുകൾ അറിയുന്നതിന് വേണ്ടി വലിയ താല്പര്യമുണ്ടായിരിക്കും. അതുകൊണ്ട് ഇത് ഒരേ സമയം മലയാളത്തിലും തമിഴിലും ഇറങ്ങുന്ന രണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകളെ പോലെ അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവരെ പോലെയാണ് പ്രേക്ഷകർ ഈ നിമിഷം മാറിയിരിക്കുന്നത്. വിജയ് എന്നല്ല ബിനോയ്, സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകം എന്ന് തന്നെ പറയാം. കാരണം AIDMK സംബന്ധിച്ചിടത്തോളം അവർ ഒരു ചെറുത്തുനിൽപ്പിൻ്റെയും ഒപ്പം തന്നെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെ അവർ മുന്നോട്ട് പോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് DMKക്കെതിരെ ശക്തമായ ഒരു പോരാട്ടം നടത്തുന്നതിന് വേണ്ടി അവർ തയ്യാറെടുത്തിരിക്കുന്നത്. പക്ഷേ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തമിഴ് വെട്രിക്കഴകം എന്ന് പറയുന്ന വിജയുടെ പാർട്ടി ആണ് ഇപ്പോഴവിടെ ഉദയം ചെയ്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. തമിഴ് വെട്രിക്കഴകം വളരെ ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു നീക്കം നടത്തിയിരിക്കുന്നു. ഒരു റിസോർട്ട് തന്നെ അവർ ബുക്ക് ചെയ്തിരിക്കുന്നു. വിജയിക്കുന്ന MLA-മാരെ അപ്പോൾ തന്നെ റിസോർട്ടിലേക്ക് മാറ്റും. അവിടെ 100 പേർക്ക് തങ്ങുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. സാധാരണ ഈ തെക്കൻ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെയാണ് ഇങ്ങനെ ഈ MLA-മാരെ തട്ടിക്കൊണ്ടു പോകുന്നതും ഒപ്പം തന്നെ ഭൂരിപക്ഷം ഉറപ്പിക്കുന്നതിന് വേണ്ടി MLA-മാരെ ഒപ്പം നിർത്തുന്നതിന് നടത്തുന്ന ചില തന്ത്രങ്ങളുമൊക്കെ കാണുന്നത് ഈ തെക്കേ ഇന്ത്യയിലാണ്. അത്തരത്തിൽ ഏതെങ്കിലും തന്ത്രം നടക്കുമോ, TVK ഏതെങ്കിലും MLA-മാർ നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയം നേരത്തെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ തമിഴ് വെട്രിക്കഴകം വളരെ ബുദ്ധിപരമായി ചിന്തിച്ചിരിക്കുന്നു. അവർ റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുന്നു. അവിടത്തേക്ക് വിജയിക്കുന്ന MLA-മാരെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ തന്ത്രപരമായി ഇപ്പോൾ പുതുതായി തുടങ്ങിയ രാഷ്ട്രീയ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്നുള്ള വാക്ക് ബിനോയ് ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിജയി എന്ന വാക്ക് അവിടുത്തെ TVKയുടെ നേതാവായിട്ടുള്ള നടനായിട്ടുള്ള വിജയ്, ഇവിടെ പിണറായി വിജയന്റെ അകത്തുള്ള വിജയം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അത് പിണറായി വിജയൻ ആകട്ടെ, അത് TVKയുടെ ഇളയ ദളപതി വിജയ് ആകട്ടെ, വിജയ് എന്ന വാക്ക്, സക്സസ് എന്നുള്ള വാക്ക് ഈ നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുന്നു. എന്ന് മാത്രമല്ല മെയ് 4 ഇന്ന്. മെയ് 4 എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിട്ട് 4 പേരാണ്. ആ 4 പേർ മെയ് 4-ാം തീയതി 4 പേർ, അതിൽ 3 പേർ UDF-ൽ നിന്നാണ്, കോൺഗ്രസിൽ നിന്നാണ്. അത് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല 3 പേർ. ഇപ്പുറത്ത് പിണറായി വിജയൻ. ഈ 4 പേരിലേക്കാണ് കാര്യങ്ങൾ ചുരുങ്ങുന്നത്, ആകാംക്ഷ ചുരുങ്ങുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അപ്പോൾ മെയ് 4 എന്ന് പറയുന്നത് ആ 4-ന്റെ അകത്ത് ഇരിക്കുന്നത് നടുക്ക് പിണറായി വിജയൻ, അതിൻ്റെ 3 വശങ്ങളിലുമായിട്ട് ഈ 3 പേരും.
തീർച്ചയായിട്ടും ഈ തമിഴ്നാട് പറയുന്നതിനൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മറ്റൊരു സംസ്ഥാനത്ത് കൂടി പോയേ മതിയാവുള്ളൂ. മോദി ഓർ ദീദി എന്ന് പറയുന്ന ഒരു വാക്ക് അത് കൃത്യമാണ്. കാരണം കേരളത്തിലും തമിഴ്നാടും അപ്പുറം പശ്ചിമ ബംഗാൾ, അവിടെയാണ് വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടന്നത്. ഇന്ത്യ സഖ്യത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും വെവ്വേറെ മത്സരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കൂടിയാണ് പശ്ചിമ ബംഗാൾ നടക്കുന്നത്. കാരണം CPIM-ഉം CPI-യും മാറി മത്സരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസ് വേറൊരു തലത്തിൽ മത്സരിക്കുന്നു. അതിനെല്ലാം അപ്പുറത്തേക്ക് തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, ഇപ്പുറത്ത് BJP മത്സരിക്കുന്നു. അവിടെ ശക്തമായ മത്സരം അവിടെ നടക്കുന്നത് നരേന്ദ്രമോദിയുടെ BJP, അല്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ശക്തമായൊരു നീക്കം നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു മമതാ ബാനർജി എന്ന് പറയേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ നാൾ മുതൽ, അല്ലെങ്കിൽ പ്രചരണത്തിൻ്റെ ആദ്യ നാൾ മുതൽ തന്നെ ശക്തമായ ഭാഷയിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കന്മാരെയും ശക്തമായ ഭാഷയിൽ വിമർശിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതാവിനെയാണ് നമ്മൾ പശ്ചിമ ബംഗാളിൽ കണ്ടത്. കാരണം SIR-ന്റെ ആദ്യ നാൾ മുതൽ തന്നെ അവരുടെ വിയോജിപ്പ് അറിയിച്ചിരുന്നു. മമതാ ബാനർജി മാത്രവുമല്ല, SIR-ന്റെ പേരിൽ പ്രധാനപ്പെട്ട കാര്യം SIR-ന് ശേഷമുള്ള ജനഹിതം എന്താണ് എന്നറിയുന്നതിനുള്ള നിമിഷങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 45 മിനിറ്റ് മാത്രമേ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിനുള്ളൂ. തലസ്ഥാന നഗരി തിരുവനന്തപുരം, ഇപ്പോൾ എന്താണ് തിരുവനന്തപുരത്തിൻ്റെ ഒരവസ്ഥ എന്നറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് എന്ന് നമ്മൾ ഇന്ന് ഈ നിമിഷം ഈ രാവിലെ ഈ സമയത്ത് പറയുന്ന വ്യക്തി VD സതീശൻ ഇനി അല്പസമയം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്നുള്ള വാക്കുപയോഗിച്ച് പ്രതിപക്ഷ നേതാവിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള വലിയ സ്ഥാനലബ്ധികളിൽ മാറ്റം വരാൻ പോകുന്ന നിമിഷമാണ്. ഡെസിഗ്നേഷനുകളിൽ മാറ്റം വരാൻ പോകുന്ന നിമിഷമാണ്. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകാം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വനവാസത്തിന് പോകാം. അങ്ങനെ പല പല സാധ്യതകളുള്ള അതിലേക്ക് എത്തിച്ചേരുന്ന നിമിഷം. വനവാസമാണോ കാത്തിരിക്കുന്നത്, മുഖ്യമന്ത്രി സ്ഥാനമാണോ കാത്തിരിക്കുന്നത്, അതിന് രണ്ടിനും ഇടയിലുള്ള മറ്റെന്തെങ്കിലുമാണോ കാത്തിരിക്കുന്നത്? ഇങ്ങനെയുള്ള വലിയ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം വരേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും വനവാസമല്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കണം പ്രതിപക്ഷ നേതാവ് ഈ നിമിഷം പ്രതിപക്ഷ നേതാവ് അത് ആ വാക്കിനി പ്രസക്തിയില്ല. പക്ഷേ VD സതീശൻ ഇപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. അതേസമയത്ത് മുഖ്യമന്ത്രി കണ്ണൂരിലുമാണുള്ളത്, പിണറായി വിജയൻ. തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ എന്താണ്? പ്രദീപ് പാറശാല അവിടെ നിന്ന് ചേരുന്നു. പ്രദീപ് പാറശാല, എല്ലായിടത്തും ടേബിളുകളൊക്കെ സജ്ജീകരിച്ച് വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയോ? തീർച്ചയായിട്ടും രാവിലെ മുതൽ തന്നെ മാർ ഇവാനിസിലെ സ്ട്രോങ് റൂം തുറന്നിട്ടുണ്ട്. പ്രവർത്തകരും അണികളും എല്ലാം തന്നെ ഈ കോംപ്ലക്സിന്, അതായത് മാർ ഇവാനിസ് കോളേജിന് മുന്നിലുള്ള ആ ഗേറ്റിന് മുന്നിൽ പല പതാകകളും തൽക്കാലം മടക്കി പോക്കറ്റിലാണ് വെച്ചിട്ടുള്ളത്. അതുമായി തന്നെ പ്രവർത്തകർ അണിചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വിശേഷമായി പറയേണ്ടത് BJP-യുടെ സംസ്ഥാന ഓഫീസായ മാരാർജി ഭവനിലെ തിരക്കാണ്. അവിടെ പൂർണ്ണമായും സജ്ജീകരിച്ചിരിക്കുന്നത് വലിയ തരത്തിലുള്ള സ്ക്രീൻ സംവിധാനങ്ങളാണ് ഇവിടെ തരപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ വലിയ തരത്തിലുള്ള ആകാംക്ഷയോടെ പ്രതീക്ഷയോടെയാണ് ഇത്തവണ NDA കാത്തിരിക്കുന്നത്. കാരണം അവർക്ക് താമര വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ്. കഴിഞ്ഞ എക്സിറ്റ് പോളിലെ ആ ഒരു പ്രവർത്തനമാണ് അവർ എക്സിറ്റ് പോൾ വന്ന ഫലത്തിന്റെ പുറകിലാണ് NDA സംഘം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വലിയ തരത്തിൽ നമുക്ക് സൂചിപ്പിക്കേണ്ടത്, കഴിഞ്ഞ തവണ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ തലസ്ഥാനം പിടിച്ചത് LDF ആണ്. ഒരു സീറ്റ് മാത്രമാണ് UDF കിട്ടിയത്. അത് കോവളത്താണ്. പൂർണ്ണമായും അത് തിരിച്ച് പൂർണ്ണമായും പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ UDF നിൽക്കുന്നത്. എന്തായാലും ഈ തരത്തിലുള്ള ആകാംക്ഷ തന്നെയാണ് മൂന്ന് മുന്നണികളും. അതെ, ഫലസൂചനകൾ ആദ്യ മണിക്കൂറിൽ തന്നെ ലഭിക്കാൻ പോകുന്നു. പ്രദീപ് പാറശാല തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും SIR-ന് ശേഷം ബൂത്തിലെത്തിയിട്ടുള്ള കേരള ജനത എന്താണ് വിധിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 2.71 കോടി വോട്ടർമാർ 30,495 ബൂത്തുകളിലും അല്ലാതെയും രേഖപ്പെടുത്തിയ വോട്ട് അല്പസമയത്തിനകം എണ്ണിത്തുടങ്ങാൻ പോകുന്നു. 8:45 ആദ്യ ഫലസൂചന അറിയാൻ കഴിയും. പിശകും വീഴ്ചയും ഒക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ഒഴിവാക്കുന്നതിന് വേണ്ടി വോട്ടെണ്ണലിൽ ഒരു തരത്തിലുള്ള തിടുക്കവും വേണ്ട എന്നാണ് ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു തിടുക്കവും വേണ്ട. ആർക്കാണ് ഇത്ര ധൃതി എന്നാണ്. അങ്ങനെ വോട്ട് പെട്ടെന്ന് എണ്ണി തീർത്ത് കാര്യം അവസാനിപ്പിക്കാമെന്ന് കരുതേണ്ടതില്ല. കാരണം പിശക് വരരുത്, വീഴ്ച വരരുത്. അതുകൊണ്ട് പിശകും വീഴ്ചയും ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി വോട്ടെണ്ണലിൽ ഒരു കാരണവശാലും തിടുക്കം വേണ്ട, ആവേശം വേണ്ട എന്ന് കൃത്യമായിട്ടും ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്ന് മാത്രമല്ല,
എളുപ്പത്തിൽ വോട്ട് എണ്ണിക്കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്നാണ് ആർക്കെങ്കിലും വിചാരമെങ്കിൽ അത് വേണ്ട. ഈ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ ആദ്യം പൂർത്തിയാക്കിയതിൻ്റെ പേരിൽ ആർക്കും അവാർഡൊന്നും നൽകാൻ പോകുന്നില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രക്തൻ യു ഖേൽക്കർ പറഞ്ഞ കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഡി ബിനോയ്, അപ്പോൾ തന്നെ PWD ഉദ്യോഗസ്ഥന് എനിക്കൊരു അവാർഡ് തന്നു എന്ന് കുതിരവട്ടം പപ്പു പറയുന്നത് പോലെ ഏറ്റവും എളുപ്പത്തിൽ വോട്ടെണ്ണി തീർന്ന അവാർഡൊന്നുമില്ല, അങ്ങനെ നിൽക്കേണ്ടതില്ല എന്നാണ് രത്തൻ യു ഖേൽക്കർ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലാണ് പലപ്പോഴും വലിയ തരത്തിലുള്ള ചർച്ചകൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വഴിവെക്കുന്ന പതിവുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ഫലപ്രഖ്യാപനത്തിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യത വേണം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ പോളിംഗ് ശതമാനത്തിലുള്ള അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിൻ്റെ വർധനയിലൊക്കെ പലരും കണക്കുകൾ കൂട്ടുന്ന കാര്യത്തിലൊക്കെ വലിയ തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഫലത്തിൻ്റെ കാര്യത്തിൽ അത് കൃത്യമായിരിക്കണം. ആര് എങ്ങനെ ലീഡ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വളരെ കൂട്ടിയും കിഴിച്ചതിനും ശേഷം അതിൻ്റെ ഒരു കണക്ക് വ്യക്തമായതിനു ശേഷം പുറത്തേക്ക് വിട്ടാൽ മതി എന്നൊരു നിലപാടാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യ ഓഫീസറായ രത്തൻ ഖേൽക്കർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫലപ്രഖ്യാപനം വൈകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. കാരണം നമുക്ക് ലീഡും അല്ലെങ്കിൽ ഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുമെങ്കിൽ തന്നെയും ആര് വിജയി എന്നുള്ള അവസാന പ്രഖ്യാപനം കൃത്യമായി പരിശോധിച്ചതിന് ശേഷം ഈ രണ്ട് തോൽക്കുന്നവരെയും വിജയിക്കുന്നവരെയും ഒക്കെ അവർക്ക് കിട്ടിയ വോട്ടുകൾ, വോട്ടിംഗ് ശതമാനം എന്നുള്ള ഓരോ ബൂത്ത് തിരിച്ചുള്ള കണക്കുകളൊക്കെ തന്നെ ധരിപ്പിച്ചതിന് ശേഷമായിരിക്കും അവർ ഒരു കൃത്യമായി ആ ഫലപ്രഖ്യാപനത്തിലേക്ക് കടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വേഗത്തിൽ വോട്ടെണ്ണൽ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങാം എന്നുള്ള ഒരു ചിന്ത ഉദ്യോഗസ്ഥർക്ക് വേണ്ട എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഒരു നിർദ്ദേശം തന്നെയായിരുന്നു പറയാം. കാരണം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ 2-3 ദിവസമായി ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ പരിശീലനം നൽകുന്ന കാര്യത്തിലായാലും അവർക്ക് എങ്ങനെ ഫലം പുറത്തേക്ക് വിടണം, ഏതൊക്കെ തരത്തിൽ വോട്ടെണ്ണൽ നടത്തണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വോട്ടെണ്ണലിൻ്റെ കാര്യത്തിലും ഒരു പ്രത്യേകത ഉണ്ട്. അതായത് പശ്ചിമ ബംഗാളിൽ സൂപ്പർവൈസർമാരായിട്ടും അസിസ്റ്റന്റ് സൂപ്പർവൈസർമാരായിട്ടും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് എത്തപ്പെടുന്നത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി മമതാ ബാനർജി അവിടുത്തെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ മുമ്പിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രിയും പകലും മുഖ്യമന്ത്രി തന്നെ പോയിട്ട് അവിടെ കെട്ടിക്കിടപ്പായിരുന്നു. അവിടെ എന്തെങ്കിലും അനധികൃതമായിട്ടുള്ള ഏർപ്പാടുകൾ കേന്ദ്ര സർക്കാരോ BJPയോ ചെയ്യാൻ സാധ്യതയുണ്ട്, അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്, അതിനകത്ത് കടന്നിട്ട് എന്നൊക്കെ ആരോപണം ഉള്ള സ്ഥിതിക്ക് അവിടെ അണികളോട്, പ്രവർത്തകരോട്, നേതാക്കളോട് അതിന് മുന്നിൽ പോയിട്ട് കാവൽ നിൽക്കുക, അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഒക്കെ പരിശോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക എന്ന് വെറുതെ പറയുക മാത്രമല്ല, മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ അവിടെ പോയിട്ട് അവിടെ വിരിവിരിച്ച് കിടക്കുന്നൊരവസ്ഥ വരികയുണ്ടായി. ഡി ബിനോയ്, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. കാരണം ഈ സ്ട്രോങ് റൂമുകളുടെ മുന്നിൽ ശക്തമായ ഒരു ആളുകളുടെ കാവൽ എന്ന കാര്യത്തിൽ അതാണ് ഈ TMCയും അതുപോലെ തന്നെ കേരളത്തിലും അതുണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യം സ്ട്രോങ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട് പാലക്കാടായാലും ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ മലപ്പുറത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഈ കോഴിക്കോട് പ്രശ്നങ്ങളുണ്ടായിരുന്നു സ്ട്രോങ് റൂമിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ കൗണ്ടിങ് എന്നുള്ളതിന് ഒരു കൃത്യത വേണം എന്നുള്ളൊരു നിലപാടിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നത്. മാത്രവുമല്ല ഈ TMCയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ സംബന്ധിച്ചിടത്തോളം അവിടെ സംഘർഷത്തിന് പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റീപോളിംഗ് നടന്നപ്പോഴും ഒപ്പം ഒരു ചരിത്രം എന്ന പോലെ തന്നെ നമുക്ക് പറയാൻ കഴിയും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനവും കഴിഞ്ഞ് വീണ്ടും അർദ്ധ സൈനിക വിഭാഗം പശ്ചിമ ബംഗാളിൽ തുടരട്ടെ എന്നൊരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നു. അപ്പോൾ പശ്ചിമ ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ തുടർ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തിട്ടുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നൊരു സംസ്ഥാനം പശ്ചിമ ബംഗാളാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സാധാരണഗതിയിൽ അങ്ങനെ നിയമിക്കുന്ന പതിവില്ല. എന്തായാലും എല്ലാ കാര്യത്തെയും നിയമപരമായി ചോദ്യം ചെയ്യുന്ന പതിവ് മമതാ ബാനർജിക്കുണ്ട്. അതുകൊണ്ട് തന്നെ മമതാ ബാനർജി SIR സുപ്രീം കോടതിയിൽ എത്തി നേരിട്ട് ചോദ്യം ചെയ്തതുപോലെ തന്നെ ഇതും സുപ്രീം കോടതിയിലേക്ക് വിട്ടു. എന്തിനാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ തിരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് നിയമിക്കുന്നതെന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷേ അതിന് സുപ്രീം കോടതി പറഞ്ഞു കേന്ദ്ര സർക്കാർ ജീവനക്കാരായാലും സംസ്ഥാന സർക്കാർ ജീവനക്കാരായാലും സർക്കാർ ജീവനക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു തരത്തിലുള്ള സംശയവും വേണ്ട, മറ്റു തരത്തിലുള്ള ആശങ്കകളും വേണ്ട എന്ന് പറഞ്ഞ്
സുപ്രീം കോടതി അതിന് തള്ളിക്കളയുകയും ചെയ്തു. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് കേരളത്തിലേക്ക് തന്നെ വരാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തുടർഭരണം എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ചർച്ച. കൃത്യമായി പറയുകയാണെങ്കിൽ LDF-ന് അപ്പുറത്തേക്ക് CPIM-ന് അപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിയുമായി മുന്നോട്ട് പോകുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത് മൂന്നാം തവണയും അവരുടെ ക്യാപ്റ്റൻ വരും എന്നുള്ളതാണ്. ക്യാപ്റ്റൻ എന്ന പദവി തന്നെ പിണറായി വിജയൻ നൽകിക്കൊണ്ട് ആ മൂന്നാം തുടർഭരണം എന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുകയായിരുന്നു ഇടതുമുന്നണിയിലെ ഓരോരുത്തരും. കാരണം അത്തരത്തിൽ ഒരു വലിയ പ്രതീക്ഷ ഇടതുമുന്നണിക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇടതുമുന്നണി പ്രവർത്തകർക്കുണ്ട്. മൂന്നാം തവണയും ഇടതു സർക്കാർ എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിലേക്കുണ്ട്. പക്ഷേ അതിനെ പ്രതീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ മൂന്നാം തവണയും ഭരണം എന്ന് പറയുമ്പോൾ പൊതുവെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സംശയം എന്ന് പറയുന്നത്, ആ സംശയം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നേരെ കണ്ണൂരിലേക്ക് പോയത് ഒരു യാത്രാ പറച്ചിലിന്റെ സൂചകമാണ് എന്നുള്ള സംശയം എന്നുള്ള നിലയ്ക്കൊക്കെ ചിലർ പറയുകയുണ്ടായി. വാസ്തവത്തിൽ അതല്ല, മറിച്ച് തുടർഭരണം മൂന്നാം ഭരണം ഉണ്ടാകുമ്പോൾ ആ ഭരണം സ്വന്തം നാട്ടിൽ നിന്നാവണം എന്നുള്ള നിലയ്ക്കുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് എന്ന് പറയുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു ഒരു ഭാഗത്ത്. ഡി ബിനോയ്, ഇവിടെ ഇനി 7 മണി കഴിഞ്ഞ് ഇപ്പോൾ ഇനി അരമണിക്കൂറിൽ താഴെ വോട്ടെണ്ണലിനുള്ളൂ. സ്വാഭാവികമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വോട്ടെണ്ണൽ ആരംഭിക്കുന്ന നിമിഷം LDF-നെ സംബന്ധിച്ചിട്ട് ആ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അധികാരത്തിലേക്ക് പോകുന്നുണ്ടോ, മൂന്നാം തവണയും അധികാരത്തിലേക്ക് പോകുന്നുണ്ടോ, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും വിജയിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കുന്നു. ഇനി കൃത്യം 30 മിനിറ്റുകൾ മാത്രമാണ് ഈ വോട്ടെണ്ണൽ ആരംഭിക്കാനുള്ളത്. വോട്ടെണ്ണൽ ആരംഭിക്കുന്ന സമയത്ത് LDF-നെ സംബന്ധിച്ചിട്ട് ഈ തുടർഭരണത്തിലേക്ക് പോകുന്നുണ്ടോ, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ജയിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ആകാംക്ഷ ഉള്ളൂ എന്നിരിക്കെ, UDF-നെ സംബന്ധിച്ചിട്ട് വോട്ടെണ്ണി അതിൻ്റെ ലീഡ് നില മുന്നോട്ട് വരുന്നതിനോടൊപ്പം തന്നെ 3 നേതാക്കളെ സംബന്ധിച്ചിട്ടും അതിനോടൊപ്പം തന്നെ പദ്ധതികൾ തയ്യാറാക്കേണ്ടി വരും മുഖ്യമന്ത്രി ആയി നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വോട്ടെണ്ണുന്ന വേളയിൽ KC വേണുഗോപാലിനെ സംബന്ധിച്ചിട്ടാവട്ടെ, VD സതീശനെ സംബന്ധിച്ചിട്ടാവട്ടെ, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിട്ടാവട്ടെ, അവരെ 3 പേരെ സംബന്ധിച്ചിട്ടും അവരുടെ അണികളെ സംബന്ധിച്ചിട്ടും UDF വലിയ വിജയം നേടിയാൽ മാത്രം പോരാ, അവരുടെ നേതാക്കൾ മുഖ്യമന്ത്രിയാകുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ആകാംക്ഷ കൂടി ബാക്കി വരും. അതെ, കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ചർച്ചയായിരുന്നു കോൺഗ്രസിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. അതായത് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിനകത്ത് നമ്മൾ കണ്ടത് വലിയ തരത്തിലുള്ള ചർച്ചകളാണ്. പക്ഷേ രാഷ്ട്രീയപരമായി കോൺഗ്രസിലെ ചർച്ചകൾ നടന്നിട്ടില്ല. പക്ഷേ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകിക്കൊണ്ടും അല്ലെങ്കിൽ ചർച്ചകൾക്ക് മേൽനോട്ടം വഹിച്ചതും അല്ലെങ്കിൽ നേതൃത്വം നൽകിയതുമൊക്കെ അണികൾ തന്നെയായിരുന്നു. അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ അവരുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക് മുഖ്യമന്ത്രി പദം കിട്ടുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഉയർത്തി മുന്നോട്ട് പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല, പല സ്ഥലങ്ങളിലും പ്രതിപക്ഷ നേതാവിൻ്റെ വലിയ ഫ്ലക്സ് ബോർഡുകളൊക്കെ ഉയർത്തി അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഭാവി മുഖ്യമന്ത്രി എന്ന തലത്തിൽ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടുമൊക്കെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ പറഞ്ഞപ്പോഴേക്കും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു വിഭാഗം കൂടി രംഗത്തെത്തിയിരുന്നു. അതിനെല്ലാം ഉപരിയായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി മുഖ്യമന്ത്രി പദം കിട്ടുന്നതിന് മറ്റൊരു വിഭാഗം രംഗത്തെത്തിയിരുന്നു. അങ്ങനെ 3 ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ 3 നേതാക്കന്മാർക്ക് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തരത്തിൽ വാദപ്രതിവാദങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്ന അണികളെയാണ് നമ്മൾ കഴിഞ്ഞ ഈ 1 മാസത്തിനിടയിൽ നമ്മൾ കണ്ടത്. പക്ഷേ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയധികം ശുഭപ്രതീക്ഷ കോൺഗ്രസിന് എങ്ങനെ ലഭിച്ചു അല്ലെങ്കിൽ UDF-ന് എങ്ങനെ ലഭിച്ചു എന്നുള്ള കാര്യത്തിലാണ്. അതിൽ അവർ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എത്ര കണ്ട് വിജയപ്രദമാകും എന്നുള്ളത് വോട്ടെണ്ണൽ കഴിഞ്ഞാൽ മാത്രമേ പറയാൻ കഴിയൂ. അതെ, ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത് UDF നേതാക്കൾ വോട്ട് എടുപ്പിന് മുമ്പ് തന്നെ പ്രകടിപ്പിച്ചിരുന്നു എന്ന് മാത്രമല്ല, എല്ലാ നേതാക്കളും എല്ലാ മുന്നണി നേതാക്കളെയും സംബന്ധിച്ചിട്ട് പോളിംഗിന് മുമ്പേ തന്നെ പ്രതീക്ഷ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു തന്ത്രമാണ്. കാരണം സമ്പൂർണ്ണ വിജയം, വലിയ ഭൂരിപക്ഷം ഞങ്ങൾ നേടും, ഒരു സംശയമില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞാൽ മാത്രമേ വോട്ടർമാരും അതിൽ സ്വാധീനിക്കപ്പെട്ട് അങ്ങനെ ജയിക്കാൻ പോകുന്ന ഒരു പാർട്ടിയാണ്, ജയിക്കാൻ പോകുന്ന മുന്നണിയാണ് എന്നുള്ള ഒരു സൈക്കോളജിക്കൽ വിചാരം കൊണ്ട് അവരും വോട്ട് ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് എല്ലാ തവണയും എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ കക്ഷികളും എല്ലാ നേതാക്കളും സ്ഥാനാർത്ഥികളും തങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാവും, ജയിക്കുമെന്ന് നിറഞ്ഞ ചിരിയോടുകൂടി പറയുന്നത്. പക്ഷേ ഇവിടെ UDF-നെ സംബന്ധിച്ചിട്ട് അതിനുശേഷവും അത് പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, എക്സിറ്റ് പോളുകളിൽ ആ പറഞ്ഞതെല്ലാം ആ പ്രതീക്ഷയെല്ലാം ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കണക്കുകൾ വന്നു. ആ കണക്കുകൾ കൂടിയാണ് ഇനി അത് സാധൂകരിക്കപ്പെടാൻ പോവുകയാണോ അതോ റദ്ദ് ചെയ്യപ്പെടാൻ പോവുകയാണോ എന്നറിയാൻ പോകുന്നത്. എന്തായാലും
ഓരോ റൗണ്ടും എണ്ണുന്നതിന് അരമണിക്കൂറാണ് വേണ്ടി വരിക എന്നുള്ളതാണ് ഈ വോട്ടെണ്ണൽ ആരംഭിച്ചാൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ്. അധികാരം തിരിച്ചു പിടിക്കുമെന്ന് UDF നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയത്ത് തുടർഭരണം ഉറപ്പാണ് എന്ന് LDF വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ നിന്ന് അവിടുത്തെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ബിനീഷിലേക്ക് തിരികെ വരാൻ ഡി ബിനോയ്, എല്ലാം 140 കേന്ദ്രങ്ങളിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മറ്റൊന്നും വേണ്ടതില്ല. കൃത്യം 8 മണി എന്ന് പറയുന്ന ആ അക്കം, 8 മണി എന്ന് പറയുന്ന ആ മണി മുഴങ്ങിക്കഴിഞ്ഞാൽ വോട്ടെണ്ണൽ ആരംഭിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഇവിടെ എല്ലാവരും പ്രവർത്തിക്കാൻ പോകുന്നു. 8 മണി എന്നുള്ള നിമിഷം അവിടെ നിന്ന് ആരംഭിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ വലിയ രീതിയിലേക്ക് ഈ സംസ്ഥാനം എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന് തീരുമാനിക്കപ്പെടാൻ പോകുന്നു. ഡി ബിനോയ്, തീർച്ചയായും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ചില വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സ്ട്രോങ് റൂം തുറന്നു കഴിഞ്ഞിരിക്കുന്നു. സ്ട്രോങ് റൂമിൽ നിന്നും ബാലറ്റ് പേപ്പറുകളും, അതായത് ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റൽ ബാലറ്റുകളൊക്കെ കൗണ്ടിംഗ് സെൻറ്ററുകൾ, കൗണ്ടിംഗ് സ്റ്റേഷനുകളിലേക്ക്, കൗണ്ടിംഗ് കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ചില സ്ഥലങ്ങളിലേക്കൊക്കെ സ്ഥാനാർത്ഥികൾ തന്നെ ഈ കൗണ്ടിംഗ് സെൻറ്ററുകളിലേക്ക് എത്തുന്നു. കോഴിക്കോട് നാദാപുരത്തായാലും ശരി തന്നെ, വടകരയിലായാലും ഒക്കെ തന്നെ അവിടെ നിന്നുള്ള സ്ഥാനാർത്ഥികളൊക്കെ നേരിട്ട് കൗണ്ടിംഗ് സെൻറ്ററുകളിലേക്ക് അല്ലെങ്കിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന കാഴ്ചകളും ഒക്കെ നമ്മുടെ ദൃശ്യങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് പ്രതീക്ഷയോടുകൂടി എത്തുന്ന ഒരു കാഴ്ച നമുക്ക് രാവിലെ മുതൽ തന്നെ കാണുന്നു. കാരണം എല്ലാവരും ശുഭപ്രതീക്ഷയിലാണ്. ആ LDF ആയാലും UDF ആയാലും ഒക്കെ തന്നെ വലിയ പ്രതീക്ഷ അവർ മുന്നോട്ട് വയ്ക്കുന്നു, അവർ പങ്കുവയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ഈ പോളിംഗ് നടന്നതിന് ശേഷമുള്ള ഒരു നീണ്ട കാലയളവ്, അതായത് ഏകദേശം 1 മാസത്തോളം വരെ സമയം അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾ പങ്കുവെച്ചും പ്രതീക്ഷകൾ ചർച്ച ചെയ്തും മുന്നോട്ട് പോയ ഒരു കാലയളവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വോട്ടെണ്ണൽ ദിവസവും ചിലർക്ക് ആശങ്കകളുണ്ട്, ചിലർക്ക് പ്രതീക്ഷകളുണ്ട്. അതിനപ്പുറത്തേക്ക് പരാജയഭീതിയുള്ള മുഖങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി അവരവരുടെ മണ്ഡലങ്ങളിൽ വിജയിച്ചെത്തുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ ഇപ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഈ കൗണ്ടിംഗ് ഏജന്റുമാരുടെ വലിയ നിര തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം വലിയ പരിശോധനകൾക്ക് ശേഷമാണ് ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് കൗണ്ടിംഗ് ഏജന്റുമാരെ കടത്തിവിടുന്നത്. ആദ്യ റൗണ്ട് തന്നെ ഏകദേശം ഈ 14 ടേബിളുകൾ എണ്ണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് വോട്ടെണ്ണൽ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കൃത്യത വരുത്തിയതിന് ശേഷം മാത്രം അവസാന ഫലപ്രഖ്യാപനം മതി എന്നുള്ളത്. എത്ര വൈകിയാലും ഒരു കൃത്യമായ അളവ് വിവരം കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും ഫലപ്രഖ്യാപനം ഉണ്ടാവുക. അങ്ങനെ ഒരു കാര്യം കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനുവേണ്ടി ഒരു അവാർഡ് വാങ്ങാൻ നിൽക്കേണ്ടതില്ല. പിശകില്ലാതെ വ്യക്തതയോടുകൂടി കൃത്യതയോടുകൂടി ചെയ്യുക എന്ന് മാത്രമല്ല, 53,984 സർവീസ് തപാൽ വോട്ടുകളാണ് ഉള്ളത്. ആ 53,984 സർവീസ് തപാൽ വോട്ടുകളിൽ 20,028 എണ്ണം കിട്ടിയിരിക്കുന്നു. അതോടുകൂടി പോളിംഗ് ശതമാനം 79.70 ഇന്ന് 8 മണി വരെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റാണ്. ഇനി ബാക്കിയുള്ള ഈ അരമണിക്കൂർ സമയത്തിനകത്ത്, അരമണിക്കൂറും ഇല്ല, ഇനി വാസ്തവത്തിൽ 25 മിനിറ്റ് മാത്രമേ വോട്ടെണ്ണാനുള്ളൂ. ആ വോട്ടെണ്ണാനുള്ള 25 മിനിറ്റ്, അവശേഷിക്കുന്ന 25 മിനിറ്റ് സമയത്തിനകത്ത് കിട്ടുന്ന തപാൽ വോട്ടുകൾ കൂടി എണ്ണും എന്നതുകൊണ്ട് പോളിംഗിൻ്റെ അന്തിമ കണക്കല്ല 79.70 എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണ കണക്ക് ഈ വോട്ടെണ്ണൽ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇൻഡെക്സ് കാർഡിൽ ആണ് ലഭിക്കുക. അപ്പോൾ വോട്ടെണ്ണൽ കഴിഞ്ഞാൽ മാത്രമേ പോളിംഗ് ശതമാനത്തിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടൂ എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ വോട്ട് ഇപ്പോൾ എണ്ണി തുടങ്ങാൻ പോവുകയാണ്. ഇനി 25 മിനിറ്റിൽ താഴെ സമയമേ ഉള്ളൂ വോട്ടെണ്ണാൻ ആരംഭിക്കാൻ. ആ വോട്ടെണ്ണൽ പ്രക്രിയയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിരീക്ഷകർ, അതുപോലെ കളക്ടർ, വരണാധികാരി എന്നിവർക്കാണ് നൽകാൻ കഴിയുക ആ പരാതി നൽകേണ്ടത്. അതിനു വേണ്ടിയിട്ട് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 1950 എന്ന് പറയുന്ന ഫോൺ നമ്പറിലാണ് വിളിക്കേണ്ടത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് QR കോഡുള്ള തിരിച്ചറിയൽ കാർഡ് ധരിച്ചെത്തുന്നവരെ മാത്രമേ പ്രവേശിപ്പിക്കൂ. സ്ഥാനാർത്ഥിയും ഉദ്യോഗസ്ഥരും ഏജന്റുമാരും ഉൾപ്പെടെ 15 വിഭാഗത്തിലുള്ളവരാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഉണ്ടാവുക. ഓരോ റൗണ്ടിലെയും വോട്ട് വിവരങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരെ ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമേ അടുത്ത റൗണ്ട് എണ്ണുന്നതിലേക്ക് കടക്കുകയുള്ളൂ. ഓർക്കുക, EVM-ലെ വോട്ട് ഫലമാകും ആദ്യം അറിയുക.
ബിനീഷ് ആന്റണി ഇടുക്കിയിലെ വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ബിനീഷ് ആന്റണി. ബിനീഷ് ആന്റണിയിലേക്ക് തിരികെ എത്താം. ഓരോ റൗണ്ടിലുമുള്ള വോട്ട് വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി results.eci.gov.in എന്ന പോർട്ടലിൽ ജനങ്ങൾക്ക് അറിയാൻ കഴിയും. ഒപ്പം തന്നെ ECI നെറ്റ് മൊബൈൽ ആപ്പിലും ഈ വോട്ടെണ്ണലിൻ്റെ വിവരങ്ങൾ ലഭിക്കും. ഇനി അല്പസമയം മാത്രമേ വോട്ടെണ്ണലിനുള്ളൂ. ബിനീഷ് ആന്റണി, വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഏതായാലും രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കാനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കേന്ദ്രം പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ്. പീരിമേട് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രം കുട്ടിക്കാനം മരിയഗിരി EMHS-ഉം അതോടൊപ്പം തന്നെ ദേവികുളം മണ്ഡലത്തിലെ കേന്ദ്രം മൂന്നാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ്. 5 ROമാരും 39 അഡീഷണൽ ROമാരും 116 സൂക്ഷ്മ നിരീക്ഷകരും മൈക്രോ ഒബ്സർവർമാരും അതുപോലെ 116 കൗണ്ടിംഗ് സൂപ്പർവൈസർമാരും എല്ലാം തന്നെ സജ്ജമാണ്. 411 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമായി ഒരു റൗണ്ടിൽ പരമാവധി 14 ബൂത്തുകളുടെ വോട്ടിംഗ് മെഷീനിൽ എണ്ണുന്നത്. ഏതായാലും ആദ്യം എണ്ണി തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ്. ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വോട്ടിംഗ് മെഷീനുകളെ വോട്ടെണ്ണുന്നതിന് പരമാവധി 14 കൗണ്ടിംഗ് മേശകൾ ക്രമീകരിക്കും. അതോടൊപ്പം തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ 500 എണ്ണത്തിന് ഒന്നെന്ന ക്രമത്തിൽ പ്രത്യേകം കൗണ്ടിംഗ് ടേബിളുകളും ഓരോന്നിന് ഓരോ ARO എന്ന നിലയിലും ക്രമീകരിക്കുന്നുണ്ട്. പിന്നെ പോളിംഗ് സാമഗ്രികൾ സ്ട്രോങ് റൂമുകളെല്ലാം തന്നെ സ്ഥാനാർത്ഥികളുടെ ഒരു അംഗീകൃത പ്രതിനിധികളുടെ സന്നിധിയിൽ തന്നെ കമ്മീഷൻ ഒബ്സർവറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സാക്ഷിയാക്കി തന്നെ വീഡിയോ റെക്കോർഡിംഗ് നടത്തിയാണ് തുറന്നത്. ഏതായാലും 8 മണിക്ക് തന്നെ കൃത്യമായി തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. ഏതായാലും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് 3 മുന്നണികളും ഉള്ളത്. കൃത്യമായി തന്നെ പോലീസിന്റെ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. യാതൊരുവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തന്നെ പോലീസിന്റെ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഇടുക്കി ജില്ലയിലെ വിജയം ആർക്കൊപ്പം എന്ന ആകാംക്ഷ അറിയാൻ വേണ്ടി ജനങ്ങളും ഇങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ്. ഏതായാലും യാതൊരുവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെ വിവിധ പോലീസ് സൈനികരെയും ഈ ഓരോ വിവിധ ബൂത്തുകളിലും നിയോഗിച്ചിട്ടുണ്ട്. ഏതായാലും 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും എന്ന് തന്നെയാണ് ഇടുക്കി ജില്ലയെ അപേക്ഷിച്ച് പറയാനുള്ളത്. ബനീഷ്. ശരി, സംസ്ഥാനത്താകെയുള്ള 140 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എങ്ങനെയായിരിക്കും വോട്ടെണ്ണൽ എന്ന് വ്യക്തമാക്കുകയാണ് നമ്മൾ. ഒരു റൗണ്ട് എണ്ണുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ? ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ EVM വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുന്നതിന് വേണ്ടി പരമാവധി 14 മേശകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ഇടങ്ങളിലും സംസ്ഥാനത്തുള്ള 140 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ഇപ്പോൾ പരമാവധി 14 മേശകൾ വീതം ക്രമീകരിച്ചിരിക്കുന്നു. ഈ 14 മേശകളിലും ഒരേ സമയത്താണ് വോട്ടെണ്ണുക എന്ന് പറയുന്നത്. അങ്ങനെ 14 വോട്ട് യന്ത്രങ്ങളിലെ വോട്ട് ഒരു വട്ടം എണ്ണി പൂർത്തിയാക്കുന്നതിനെയാണ് ഒരു റൗണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ റൗണ്ട് പൂർത്തിയാകുമ്പോഴും ഫലം അപ്ലോഡ് ചെയ്യും. റൗണ്ട് അടിസ്ഥാനത്തിലാണ് ലീഡ് നില പുറത്തു വരിക. വോട്ടെണ്ണലിൻ്റെ കൃത്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി ഓരോ റൗണ്ടിലും എണ്ണുന്ന 2 കൺട്രോൾ യൂണിറ്റുകൾ വീതം നിരീക്ഷകർ പ്രത്യേകം പരിശോധിക്കുമെന്നുള്ള കാര്യവും ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ വോട്ടെടുപ്പ് സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ഈ വോട്ടെണ്ണൽ അതിൻ്റെ കൃത്യതയോടുകൂടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നത്. എന്തായാലും പ്രവചനങ്ങൾക്കും കണക്കുകൂട്ടലുകൾക്കും ആകാംക്ഷയുടെ മുൾമുനയിലെ കാത്തിരിപ്പുകൾക്കും പരിസമാപ്തിയാവുകയാണ്. കേരളം ആര് ഭരിക്കുമെന്ന് അറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങുന്നതോടുകൂടി കേരളത്തിൻ്റെ മനസ്സ് ആർക്കൊപ്പം എന്ന വലിയ ചോദ്യത്തിന് ഉത്തരമാകാൻ പോകുന്നു. ഏപ്രിൽ 9-ാം തീയതി നടന്ന വോട്ടെടുപ്പിന് ശേഷം ഏതാണ്ട് 3 ആഴ്ചയിലേറെ നീണ്ട കാത്തിരിപ്പിന് സമാപ്തിയാകുന്നു. ജനവിധി എന്താണ് എന്ന് അറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. സംസ്ഥാനത്ത് 43 കേന്ദ്രങ്ങളിലായി നടക്കുന്ന വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. രാവിലെ 8:10 ആദ്യ ഫലസൂചനകൾ എത്തും. ആഞ്ഞടിക്കുന്ന ഭരണവിരുദ്ധ വികാരം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതിന് ഉത്തരം ലഭിക്കും. അധികാരമാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിന് ഉത്തരം ലഭിക്കും. അധികാരമാറ്റം ഉണ്ടാകുമെന്നാണ് UDFന്റെ ഉറച്ച ആത്മവിശ്വാസം. അതേസമയം അവസാന നിമിഷവും ചരിത്രപരമായ ഭരണ തുടർച്ച എന്ന പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന UDF ക്യാമ്പിൽ
വലിയ ഒരുക്കങ്ങൾ ആണ് നടന്നത്. KPCC ആസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഭവനിൽ പന്തലൊക്കെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ ഈ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ പായസം വെക്കാനുള്ള ചെമ്പ് പാത്രങ്ങളും ലഡുവും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇനി മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ മെയ് 6-ാം തീയതി സെക്രട്ടേറിയറ്റ് ചേർന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഡി ബിനോയ് ഒരു വശത്ത് നേരത്തെ സൂചിപ്പിച്ചത് കോൺഗ്രസും CPIM ഒക്കെ തന്നെ ഒരുപോലെ വിജയപ്രതീക്ഷയിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ KPCC ആസ്ഥാനത്ത് പന്തൽ ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പന്തൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് KPCC നേതാക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അണികളിൽ നല്ലൊരു ശതമാനവും ഈ ഫലമറിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് KPCC ആസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ക്രമീകരണം ഏർപ്പെടുത്തുന്നതാണ്. കാരണം ഈ നേതാക്കന്മാരെല്ലാം തന്നെ സണ്ണി ജോസഫ് ആയാലും അതുപോലെ രമേശ് ചെന്നിത്തലയായാലും K മുരളീധരനായാലും ഈ നേതാക്കന്മാരെല്ലാം തന്നെ KPCC ആസ്ഥാനത്ത് ഉണ്ട്. പ്രതിപക്ഷ നേതാവ് കണ്ടോൺമെൻറ്റ് ഹൗസിലുണ്ട്. അപ്പോൾ ഈ നേതാക്കന്മാരെല്ലാം തന്നെ KPCC ആസ്ഥാനത്തുള്ളത് കൊണ്ട് അണികളുടെ ഒരു വലിയ നിര അങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇത്തരത്തിൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നതെങ്കിൽ തന്നെയും, പക്ഷേ നേരത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു പിൻബലത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം അവർ കുറേയധികം കണക്കുകൾ കൂട്ടി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ സമീപകാലത്തുണ്ടായ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് കിട്ടിയ ചില കണക്കുകൾ അനുസരിച്ചും ഒപ്പം തന്നെ ചില നിർണായകമായ ചില നീക്കങ്ങൾ, ചില വിഭാഗങ്ങൾ, അതായത് ഈ കഴിഞ്ഞ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഒരു പിന്തുണ വലിയ തരത്തിൽ ചില മേഖലകളിലൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പിന്തുണ ഇപ്രാവശ്യവും UDFന് അനുകൂലമാകുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ വിജയം അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ അവർ പ്രതീക്ഷിക്കാത്തതും അവരുടെ തയ്യാറെടുപ്പുകൾ നടത്തുന്നതെന്ന്. പക്ഷേ LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ബൂത്ത് തലങ്ങൾ മുതലുള്ള കണക്കുകൾ അത് കൃത്യമായി കണക്ക് കൂട്ടി എത്ര വോട്ടുകൾ അവർക്ക് അനുകൂലമായി ലഭിച്ചു എന്നുള്ളത് ആ കണക്കുകൾ ഉൾപ്പെടെയുള്ളത് കൂട്ടിയതിന് ശേഷമാണ് 70 മുതൽ 80 വരെ എന്നുള്ള ഒരു കണക്കിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഇടതുമുന്നണി എത്തിയിട്ടുള്ളത്. ആ പ്രതീക്ഷയിൽ നിന്നും അവർ താഴോട്ട് പോകുന്നതുമില്ല. കാരണം 3-ാം തവണയും ക്യാപ്റ്റൻ തന്നെ അധികാരത്തിൽ വരും, പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള ശുഭപ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 6-ാം തീയതി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും അന്ന് മുഖ്യമന്ത്രിയുടെ പേര് പറയുകയും ചെയ്യും എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി CPIM നേതൃത്വം പറയുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇരു മുന്നണികളും വലിയ തരത്തിലുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ BJPയുടെ കാര്യം പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അവർക്കും പ്രതീക്ഷകളുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് ഇത്തവണ കേരളത്തിൽ 2016 ആവർത്തിക്കും. അതായത് 2016 നിയമത്ത് അക്കൗണ്ട് തുറന്നതുപോലെ തന്നെ ഇത്തവണയും കേരളത്തിൽ അക്കൗണ്ട് തുറക്കും, അല്ലെങ്കിൽ വീണ്ടും BJP സ്ഥാനാർത്ഥികളായി മത്സരിച്ചവർ വിജയിക്കും എന്നുള്ള പ്രതീക്ഷ BJP നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നുണ്ട്. അത് 1 അല്ല 2 അല്ല 7 സ്ഥലങ്ങളിൽ വരെ ഇത്തവണ താമര വിരിയും എന്നുള്ള പ്രതീക്ഷ BJP നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നുണ്ട്. തെക്കൻ കേരളം മുതൽ വടക്കൻ കേരളം വരെയുള്ള മേഖലകളിൽ അത്തരത്തിലൊരു മാറ്റം താമര വീയാനുള്ള സാധ്യത ഒക്കെ തന്നെയാണ് ഇപ്പോൾ BJP നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നതും. കാൽ മണിക്കൂർ മാത്രമേ ഇനി വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിനുള്ളൂ. കൃത്യം 15 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ വോട്ടെണ്ണൽ ആരംഭിക്കാൻ പോകുന്നു. ഡി ബിനോയ്, നമ്മൾക്ക് ഈ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ടീം ആരൊക്കെയാണ് കൃത്യമായിട്ട് പടക്കം പൊട്ടുന്നത് പോലെ ഈ വോട്ടെണ്ണലിന്റെ വെടിക്കെട്ട് വിവരണം നൽകാൻ പോകുന്നത്? തീർച്ചയായും നമ്മോടൊപ്പം കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി നൽകുന്നതിന് വേണ്ടി ആന്റണി ജോർജ് ഉണ്ട്. ആന്റണിക്ക് തന്നെ അത്തരം കാര്യങ്ങൾ പറയുന്നതിനോട് ആന്റണി, എങ്ങനെയാണ് വോട്ടെണ്ണൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ആന്റണി? തീർച്ചയായും വോട്ടെണ്ണൽ 8 മണിക്ക് കൃത്യം ആരംഭിച്ചാൽ അതിൻ്റെ ഓരോ ചലനങ്ങളും കൃത്യമായി തന്നെ പെരുപ്പിച്ച കണക്കുകളില്ല, അല്ലാതെ തള്ളിമറിക്കുന്ന അങ്ങനെ ഒന്നുമില്ലാതെ കൃത്യമായ കണക്കുകൾ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. എന്നോടൊപ്പം ഡി ബിനോയ് ഉണ്ടാകും, അതുപോലെ തന്നെ റിയാസ് KMR ഉണ്ടാകും. അങ്ങനെ ഞങ്ങൾ 3 പേരും ഇതിനുവേണ്ടി പൂർണ്ണ സജ്ജമാണ്. മാത്രമല്ല നമ്മുടെ ഡെസ്കും പൂർണ്ണ സജ്ജമായി തന്നെ നിലവിലുണ്ട്. നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് പോലെ ഓരോ മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ ആര് ലീഡ് ചെയ്യുന്നു, ഏത് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു, സംസ്ഥാനത്തെ പൊതുചിത്രം എന്താണ്, അവിടെ LDF ആണോ UDF ആണോ NDA ആണോ, ആര് ലീഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൃത്യമായി നമ്മുടെ സ്ക്രീനിൽ അപ്ഡേറ്റ് ആ ഘട്ടത്തിൽ തന്നെയാകും. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന പോലെ തമിഴ്നാട്ടിലും വെസ്റ്റ് ബംഗാളിലും അസാമിലും പുതുച്ചേരിയിലും ഇന്ന് വോട്ടെണ്ണൽ നടക്കുന്നുണ്ട്. അതും പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിപുലമായ ഒരു നിരയാണ്
നിലയാണ് നമ്മുടെ ഡെസ്കിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് സജ്ജമാക്കിയിരിക്കുന്നത്. ഓരോ നിമിഷവും കൃത്യമായി തന്നെ കേരള വിഷൻ ന്യൂസിന്റെ ഫ്രെയിമിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും നമ്മോടൊപ്പം റിയാസ് KMR കൂടിയുണ്ട്. റിയാസ് KMRും എന്നോടൊപ്പം ഡി ബിനോയോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് ഈ ഡി ബിനോയിനെയും പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ആന്റണിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഇതിനു മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പും അതേപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമെല്ലാം ഇതേപോലെ അതിൻ്റെ വോട്ടെണ്ണൽ കൃത്യതയോടുകൂടി രാവിലെ 6 മണി മുതൽ തുടർച്ചയായിട്ട് നൽകിയിരുന്നു. അന്ന് ഒക്കെ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് വൈകിട്ട് 3 മണി വരെ തുടർച്ചയായിട്ട് ഈ പറയുന്ന രീതിയിൽ വോട്ടെണ്ണലിൻ്റെ വിവരങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ച ആന്റണി ജോർജ് അവസാനം 3 മണിയാകാറായപ്പോൾ വെള്ളി വീഴുന്ന ഒരവസ്ഥയിലേക്ക് വരികയുണ്ടായി തൊണ്ടയിൽ. അങ്ങനെ വെള്ളി ഇത്തവണ വീഴാതിരിക്കാൻ തൊണ്ടയിൽ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ആന്റണി നടത്തിയിട്ടുള്ളത്? ഇത്തവണ അങ്ങനെ വെള്ളി വീഴില്ല. കാരണം കൂടുതൽ ആവേശമൊക്കെ ഉള്ളതുകൊണ്ട് അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞാൻ നടത്തിയിട്ടുണ്ട്. അതൊരു സീക്രട്ടാണ്, അത് പറയില്ല. ഏതായാലും അങ്ങനെ ഇത്തവണ വെള്ളി വീഴില്ല. നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ നമ്മൾ അവസാന നിമിഷം വരെ 5 മണി വരെ കൃത്യമായി തന്നെ ഇത് എപ്പോൾ അവസാനിക്കുന്നു അപ്പോൾ വരെ പൂർണ്ണ സജ്ജമായി തന്നെ ഉണ്ടാകും. പിന്നെ തൊണ്ടയ്ക്ക് വേണ്ടി ചെയ്ത ടിപ്പ് ഞാനിപ്പോൾ പറയുന്നില്ല. ശരി, തൊണ്ടയ്ക്ക് വേണ്ടിയുള്ള ടിപ്പ് പറയേണ്ടതില്ല. തൊണ്ടയിൽ നിന്ന് കരുത്തുറ്റ രീതിയിൽ വാക്കുകൾ വരട്ടെ. ഇനി റിയാസ് KMR, ബിനോയ്, ഈ വോട്ടെണ്ണൽ കൃത്യതയോടുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അതിൽ സാധാരണഗതിയിൽ ചിലരൊക്കെ ഔദ്യോഗികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായിട്ടുള്ള ആ പ്രഖ്യാപനത്തിനേക്കാൾ മുകളിൽ കടത്തിക്കൊണ്ട് കുറച്ചുകൂടി കൂട്ടി പറഞ്ഞുകൊണ്ട് ആവേശമുണ്ടാക്കാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ ഏത് രീതിയിലാണ് നമ്മളുടെ ഒരു മുന്നോട്ട് പോക്ക്? നമ്മൾ വളരെ കൃത്യതയോടുകൂടി ഈ വോട്ടെണ്ണൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക്, ആ കൃത്യതയ്ക്ക് അപ്പുറത്തേക്കല്ല, കൃത്യതയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരങ്ങൾ അതാത് സമയത്ത് ഒരു നിമിഷം പോലും മാറാതെ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. കാരണം എല്ലാവരും വലിയ ആവേശത്തിലാണ്. കാരണം പലപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയിലും കാണുന്ന ഏറ്റവും വലിയ പോസ്റ്റ് സ്ട്രോങ് റൂം തുറക്കാനുള്ള താക്കോൽ കാണാനില്ല. താക്കോൽ എവിടെ എന്നുള്ള ചോദ്യം വരുന്നു. താക്കോൽ കാണാനില്ല. അവസാനം പൂട്ട് പൊളിക്കാനുള്ള ഒരു ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. കളമശ്ശേരിയിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ താക്കോൽ കാണാനില്ല. താക്കോൽ എവിടെയോ അപ്രത്യക്ഷമായിരിക്കുന്നു. താക്കോൽ എവിടെ പോയി എന്നുള്ള ചോദ്യം വരുന്നു. സ്ട്രോങ് റൂമിന്റെ കീ കാണാനില്ല. അവസാനം ഇനി 8 മണിക്ക് ഇനി വോട്ടെണ്ണൽ ആരംഭിക്കാൻ 10 മിനിറ്റിൽ താഴെ സമയമുള്ളൂ. എന്ത് ചെയ്യും? പൂട്ട് പൊളിക്കാനുള്ള ഒരു ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് കളമശ്ശേരിയിൽ. റിയാസ്, തുടർന്നോളൂ. അതെ, കളമശ്ശേരിയിൽ പൂട്ട് പൊളിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം വരുന്നത്. കാരണം താക്കോൽ എവിടെ പോയി? ജഗദീഷിന്റെ ഒരു പ്രശസ്തമായൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ താക്കോൽ എവിടെ വെച്ചു എന്ന് വരണാധികാരിയോട് ചോദിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ്. അവിടെയുണ്ടോ ഇവിടെയുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ താക്കോൽ തുറന്നു കഴിഞ്ഞാലാണ് അവിടെ എന്താണ് അതിനകത്തുള്ളത്. ആദ്യം തപാൽ വോട്ടുകൾ എണ്ണുന്നു, പിന്നീട് EVM മെഷീനുകളിലെ വോട്ടുകൾ എണ്ണുന്നു. സ്വാഭാവികമായിട്ടും ഇനി എന്ത് എന്നുള്ളത് അറിയണമെങ്കിൽ ഈ പൂട്ട് പൊളിച്ച് അതിനുശേഷം അകത്ത് കടക്കണം. പൂട്ട് പൊളിച്ചിട്ടുണ്ട്, ഏകദേശം പൂട്ട് പൊളിച്ച് അകത്ത് കടക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും കളമശ്ശേരിയിൽ ഒരുങ്ങിയിട്ടുണ്ട്. കേരളത്തിന്റെ മറ്റ് വിവിധ കേന്ദ്രങ്ങളിലുള്ള വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പൂട്ടുകൾ ഏകദേശം പൊളിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. പൂട്ടിയ പൂട്ടായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അത് പൊളിച്ച് കൃത്യമായിട്ട് വോട്ടെണ്ണിയിരിക്കും. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അതാണ് MS. കാരണം ആവേശമാണ്, ഓരോ മനുഷ്യരുടെയും മനസ്സിൽ ആവേശമാണ്. ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പലർക്കും. കാരണം എന്തായിരിക്കും, തുടർഭരണം ഉണ്ടാകുമോ, അതല്ല പുതിയൊരു സർക്കാർ, പുതിയൊരു ഗവൺമെന്റ് വരുമോ, മാത്രമല്ല എത്ര താമരകൾ കേരളത്തിൽ വിരിയും, അതല്ല കേരളം കേവലം കുളത്തിൽ മാത്രമായി താമര ഒതുങ്ങുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ആവേശം കൊണ്ട് ഒരു പാർട്ടിയുടെയും അണികൾ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും ഉദ്വേഗഭരിതമായ മനസ്സോടുകൂടി കാത്തിരിക്കുകയാണ്. രാവിലെ 8 മണിക്ക് ഒരു 8:15, 8:30 ആദ്യ പല സൂചനകൾ വരും. പക്ഷേ രത്തൻ യു ഖേൽക്കർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിട്ടുള്ള ഒരു കർശന നിർദ്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാം, നേരത്തെ MS അത് സൂചിപ്പിച്ചതുമാണ്. കാരണം കൃത്യതയോടുകൂടി ഓരോ റൗണ്ട് വോട്ടെണ്ണൽ ആരും തിടക്കം കാട്ടേണ്ടതില്ല, കൗണ്ടിംഗ് ഏജന്റുമാർ തിടുക്കം കാട്ടേണ്ടതില്ല എന്നുള്ള വലിയൊരു സൂചന അദ്ദേഹം നൽകിയിട്ടുണ്ട്, വലിയൊരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തതയോടുകൂടിയുള്ള ഒരു കണക്ക് വരണം. അതിനായി കാത്തിരിക്കുകയാണ് കേരളം. ആരായിരിക്കും ഇനി കേരളം ഭരിക്കുക? തുടർ ഭരണം ഉണ്ടാകുമോ? അതല്ല പുതിയൊരു സർക്കാർ വരുമോ? ഇനി BJPക്ക് മൂന്നാം കക്ഷിയായി ഇവിടെ നിർണായക ശക്തിയായി BJP മാറുമോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ്. അധിക സമയമൊന്നുമില്ലാതെ കേവലം ചുരുങ്ങിയ സമയം മാത്രമേ ഇനി ഉള്ളൂ എന്നുള്ളതാണ്. ഓരോ പ്രേക്ഷകരും ഇതുപോലെ വാച്ചിൽ സമയം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തെ സംബന്ധിച്ച് ഇനി എന്ത് എന്നറിയാനുള്ള ഒരു ആവേശം എല്ലാവരുടെയും മനസ്സിലുണ്ട് അല്ലേ ആന്റണി? അതെ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആവേശത്തിന്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം റിലീസായാൽ ആ തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് സ്ക്രീനിലേക്ക് നോക്കുകയും കയ്യിലിരിക്കുന്ന ആ പൊരി കഴിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ഇന്നത്തെ എല്ലാ മലയാളിയുടെയും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ആ രീതിയിൽ കൗണ്ടിംഗ് ഡേയിലേക്ക് കണ്ണും നട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ നിമിഷങ്ങളിൽ സാധാരണ പ്രേക്ഷകർക്ക് മാത്രമല്ല ടെൻഷൻ ഉള്ളത്, എക്സിറ്റ് പോളുകൾ സംഘടിപ്പിച്ച അതിൻ്റെ കോർപ്പറേറ്റ് കമ്പനികൾക്കും ടെൻഷൻ ഉണ്ടാവും. കാരണം അവരുടെ ആ വിശ്വാസ്യത പാലിക്കപ്പെടുമോ ഇല്ലയോ എന്നറിയാനും കൂടിയാണ് ഈ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ അതിന് ഉത്തരം ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായും. കാരണം എക്സിറ്റ് പോൾ കമ്പനികൾക്ക് ഒരു ആശങ്ക എന്തായാലും ആവശ്യമാണ്. കാരണം അവർ പ്രവചിച്ചതുപോലെ വരുമോ, അല്ല അതിനപ്പുറത്തേക്ക് ജനവിധി എന്തെങ്കിലും കാത്തുവെച്ചിട്ടുണ്ടോ, അതൊക്കെ എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. ഈ എക്സിറ്റ് പോൾ കമ്പനികൾക്ക് മാത്രമല്ല. ഡീപിനോ, ഈ ആദ്യം പോസ്റ്റൽ ബാലറ്റാണ് എണ്ണുക. സ്വാഭാവികമായിട്ടും ഈ തപാൽ വോട്ടുകളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളിലേക്ക് എത്താൻ കഴിയുമോ? തപാൽ വോട്ടുകളിൽ നിന്ന് സൂചനകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അസാധ്യം തന്നെയാണ്. കാരണം തപാൽ വോട്ടുകളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ഇത്തവണ സർക്കാർ ജീവനക്കാരിൽ 20,000-ഓളം പേർക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് NGO യൂണിയൻ അടക്കമുള്ള, അതായത് നിലവിലെ ഭരണകക്ഷിയുടെ സർക്കാർ തൊഴിലാളികളുടെ സംവിധാനമായിട്ടുള്ള NGO യൂണിയൻ അടക്കമുള്ള സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ തപാൽ വോട്ടുകളുടെ കാര്യത്തിൽ ഒരു നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ ഒരു ട്രെൻഡ് എങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്ന രീതിയിലായിരിക്കും ഇത്തവണ തപാൽ വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ വരിക എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം ഒരു ട്രെൻഡ് എങ്ങോട്ടേക്ക് എന്ന് നമുക്കൊരു ചെറിയൊരു സൂചന അല്ല ആന്റണി? തീർച്ചയായിട്ടും തപാൽ വോട്ടുകൾ ഏതാണ്ട് 20,000-ഓളം തപാൽ വോട്ടുകളാണ് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത്. 53,000-ഓളം വോട്ടുകൾ വിതരണം ചെയ്തു. പക്ഷേ തിരികെ ലഭിച്ചത് 20,000-ഓളം മാത്രമാണ്. ഇന്നലെ രാത്രി ലഭിച്ച കണക്ക് നമുക്ക് ലഭ്യമല്ല. ഇന്നലെ രാത്രി വരെ ലഭിക്കുന്ന കണക്കുകൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ആദ്യം 500 വോട്ടുകൾ എന്ന നിലയിലാണ് എണ്ണുക. ഓരോ മേശയിലും 500 വോട്ടുകൾ എന്ന നിലയിലാണ് എണ്ണി തീർക്കുക. അതുകൊണ്ട് തന്നെ പെട്ടെന്നത് പൂർത്തിയാവുകയും ചെയ്യും. ഏതായാലും ആ തപാൽ വോട്ടുകൾ എണ്ണുന്നതോടുകൂടി ഏതാണ്ടൊരു സൂചനകൾ ലഭ്യമാകുമെന്നുള്ളതാണ്. പക്ഷേ 8:30-ക്ക് EVM മെഷീൻ പൊട്ടിക്കണം. കൃത്യമായ ഒരു സൂചന എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടി. കാരണം സാധാരണ സർവീസ് വോട്ടുകൾ ചില സ്ഥിരമായി പോകുന്ന വോട്ടുകളാണ്. അത് ചില പാർട്ടികൾക്കോ അങ്ങനെ പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് EVM മെഷീനുകൾ തുറക്കുമ്പോഴായിരിക്കും കൃത്യമായൊരു ട്രെൻഡ് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അത് 8:30 കൂടിയാണ് എണ്ണി തുടങ്ങുക. ആദ്യത്തെ 14 ബൂത്തുകളാണ്. ഓരോ മണ്ഡലത്തിലെയും 14 ബൂത്തുകൾ 14 ടേബിളുകളായി എണ്ണി തുടങ്ങും. ആ 14 ടേബിളുകളിൽ നിന്ന് ഏതാണ്ട് ആദ്യത്തെ നമുക്ക് സൂചനകൾ ലഭിക്കും. അതാണ് 8:45 ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമെന്ന് പറഞ്ഞത്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 8:45 ഒരുപക്ഷെ 9 മണിയും അതും കഴിയാനുള്ള സാധ്യത ഉണ്ട്. കാരണം സാധാരണ നിലയിൽ മൊബൈൽ ഫോണൊക്കെ ഈ കൗണ്ടിംഗ് സ്റ്റേഷനിൽ അനുവദിക്കാറുണ്ട്. ഇത്തവണ അതിന് കർശന നിയന്ത്രണമുണ്ട്. മാത്രമല്ല ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ത്രൂ മാത്രമായിരിക്കും ഈ ഫലം പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഈ വോട്ടെണ്ണൽ ഓരോ റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ റിസൾട്ട് അവിടെയുള്ള പ്രിസൈഡിംഗ് ഓഫീസർക്ക് കൊടുക്കും. പ്രിസൈഡിംഗ് ഓഫീസർ അത് വെബ്സൈറ്റ്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന ഡേറ്റ ടീമുണ്ട്, ആ ഡേറ്റ ടീമിന് കൊടുക്കും. ഒപ്പം തന്നെ മീഡിയ സെന്ററിലുണ്ട്, PRDയുടെ ഒരു വിഭാഗമുണ്ട്, അവർക്കും അത് കൊടുക്കും. അവർ വഴിയായിരിക്കും പുറത്തേക്ക് ഈ ഫലം വരിക. ഏതായാലും കൃത്യമായ ധൃതിയില്ലാതെ ഏറ്റവും പതിയെ മതി വോട്ടെണ്ണൽ എന്നുള്ള കാര്യമാണ്. ആർക്കും ഒരു സംശയവും ആർക്കും ഒരു പരാതിക്കും ഇട കൊടുക്കരുത്. കൗണ്ടിംഗ് ഏജന്റുമാരെ പോസ്റ്റൽ ബാലറ്റുകളുടെ കാര്യത്തിൽ കൃത്യമായി ബോധ്യപ്പെടുത്തണം. അത് കൃത്യമായി അവരെ കാണിച്ച് ഒരു പ്രശ്നവും ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം ഫലം പുറത്തേക്ക് നൽകിയാൽ മതി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആന്റണി, ഇനി 4 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. 4 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. കേരള
കേരളത്തിന്റെ ആകാംക്ഷ നിറഞ്ഞ ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ 4 മിനിറ്റ് മാത്രം. എന്തായാലും ഇന്നത്തെ ഈ വോട്ടെണ്ണൽ ദിനത്തിന് എല്ലാ നാടകീയതയും നൽകിക്കൊണ്ട് കളമശ്ശേരിയിൽ വോട്ടെണ്ണാൻ വേണ്ടി സ്ട്രോങ് റൂം തുറക്കാൻ ചെന്നപ്പോൾ താക്കോൽ കാണാനില്ല. താക്കോൽ കാണാത്തതിനെ തുടർന്ന് പിന്നീട് പൂട്ട് പൊളിക്കേണ്ടതുണ്ടോ എന്നുള്ള ആലോചന വന്നു. ഒരു മുറി തുറക്കുകയുണ്ടായി. അതാണ് അവിടെ നിന്നുള്ള ആകാംക്ഷ. എന്തായാലും ആ തുറക്കാൻ കഴിയാത്ത പൂട്ടിൽ നിന്ന് അതിൻ്റെ നാടകീയത വ്യക്തമാകുന്നു. പക്ഷേ അതല്ല നാടകീയത ഇനി ഉള്ള 3 മിനിറ്റുകൾ കൊണ്ട് ആ നാടകീയതയ്ക്ക് പരിസമാപ്തി വരാൻ പോവുകയാണ്. ആന്റണിയിലേക്കും റിയാസിലേക്കും ബിനോയിലേക്കും നമ്മൾ മൈക്ക് കൈമാറുന്നു. എം എസ് പറഞ്ഞതുപോലെ ഇത്തവണത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്പം മുൻപ് നമ്മുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ ലോറൻസ് അദ്ദേഹം വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, ഈ കല്യാണത്തിന്റെ സമയത്ത് അവസാന നിമിഷം പെണ്ണിന്റെ താലി കെട്ടാൻ നോക്കുന്ന സമയത്ത് അയ്യോ താലിയില്ല എന്ന് പറഞ്ഞ ഒരു ഗതികേടാണ് അവസ്ഥ എന്ന് പറയുന്ന പോലെയാണ് ഈ സമയത്ത് താക്കോൽ കാണാനില്ല എന്ന് പറയുന്നത്. കേവലം ഒരു 3 മിനിറ്റാണ്. താക്കോൽ കിട്ടിയ ആന്റണി ഇപ്പോൾ അകത്ത് കയറി വോട്ടെണ്ണൽ മെഷീനുകൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഏതായാലും ഇനി വെറും നിമിഷങ്ങൾ മാത്രമാണ് കേരളത്തിന്റെ ജനവിധി അറിയാൻ. 1 മാസം മുമ്പ് കേരളത്തിലെ ജനങ്ങൾ പെട്ടിയിലാക്കിയ അവരുടെ ഹൃദയം ഇതാ തുറക്കാൻ ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ്. രാഷ്ട്രീയ കേരളമല്ല, കേരളം ഒന്നടങ്കം ആകാംക്ഷയിലേക്ക് മാറിയിരിക്കുന്ന ആ ഒരു നിമിഷം, അവരുടെ നെഞ്ചിടിപ്പേറുന്ന നിമിഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ അത് ആകാംക്ഷയുടേതാണ്, ടെൻഷൻ്റെതാണ്, ആശങ്കയുടേതാണ്. ആർക്കൊപ്പം കേരളം ഈ കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി ഭരിച്ച LDF മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം ഭരിച്ച LDFന് 3ാമതൊരു അവസരം കൂടി ജനങ്ങൾ നൽകുമോ? ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായി എന്ന ആ ഒരു ചരിത്രം തിരുത്താൻ പിണറായി വിജയന് കഴിയുമോ? UDF കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിന് പുറത്താണ്. UDF അത് മാറ്റി 10 വർഷത്തിനു ശേഷം UDFന് തിരികെ വരാൻ കഴിയുമോ? UDFന്റെ കാറ്റ് കേരളത്തിൽ ആഞ്ഞടിക്കുമോ? ഒരു കൊടുങ്കാറ്റ് തരംഗമുണ്ടാകുമോ? VD സതീശൻ പറഞ്ഞതുപോലെ ഒരു 100 സീറ്റുകൾക്ക് മുകളിൽ വിജയിക്കാൻ UDFന് കഴിയുമോ? മാത്രമല്ല വനവാസത്തിന് പോകേണ്ടി വരുമോ VD സതീശന്? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. നമ്മൾക്കറിയാം BJPയുടെ കാര്യം ഇക്കാര്യത്തിൽ പറയാതെ പോകാൻ വഴിയില്ല. ഉണ്ടായിരുന്ന അക്കൗണ്ട് നേമത്ത് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂട്ടിപ്പോയി. ആ അക്കൗണ്ട് തുറന്ന് കൂടുതൽ സീറ്റുകളിലേക്ക് പോകാനായി ഇത്തവണ NDAക്ക് കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഇതാ നിമിഷങ്ങൾക്കകം ആ പെട്ടി പൊട്ടിച്ച് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങും. കൃത്യം 8 മണി എന്ന് പറയുന്ന സമയം, ക്ലോക്കിൽ 8 മണി എന്ന സമയത്തിലേക്ക് എത്തുമ്പോൾ കൃത്യമായി തന്നെ ആ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങുന്നതോടുകൂടി കേരളത്തിന്റെ 7:59 ഇനി ഇതാ നിമിഷങ്ങളുടെ മാത്രം താമസം. 7:59 അത് ഏത് നിമിഷവും 8 8ഓടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കാൻ പോകുന്നു. സംസ്ഥാനത്തുടനീളം വോട്ടെണ്ണൽ ആരംഭിക്കുന്നു. വോട്ടെണ്ണലിന്റെ സമ്പൂർണ്ണ കവറേജുമായി കേരള വിഷൻ ന്യൂസ് നിങ്ങളോടൊപ്പം ഉണ്ട്. ഇനി ഈ നിമിഷങ്ങളിൽ മറ്റൊന്നും സംസാരിക്കാനില്ല. വോട്ടെണ്ണലിലേക്കാണ് നമ്മൾക്ക് പോകേണ്ടത്. ഓവർ ടു ആന്റണി, ഓവർ ടു റിയാസ്, ഓവർ ടു ബിനോയ്. ടപ് 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 ഹൃദയം ഇങ്ങനെ ഇടിക്കുകയാണ്. നമ്മുടെയൊക്കെ ഹൃദയം ഇടിക്കുകയാണ്. എന്തായിരിക്കും റിസൾട്ട് എന്ന് അറിയാൻ വയ്യാത്ത വിധത്തിൽ നമുക്ക് ഇപ്പോൾ ഹൃദയമെടുപ്പ് നമുക്കൊക്കെ ഉണ്ട്. കാരണം ആരായിരിക്കും പിണറായി 3.0 സംഭവിക്കുമോ? അതാണെങ്കിൽ അത് വലിയൊരു ചരിത്രമാണ്. അതല്ല അതിനപ്പുറത്ത് 10 വർഷം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF ശക്തമായൊരു തിരിച്ചുവരവ് നടത്തുമോ? വനവാസത്തിന് പോകാതിരിക്കാൻ VD സതീശന് സാധിക്കുമോ? അതല്ല രാഷ്ട്രീയ വനവാസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു വാക്ക് അതൊരു നാക്കുപിഴയായി സംഭവിക്കുന്നു. വോട്ടെണ്ണൽ തുടങ്ങി. വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. വോട്ടെണ്ണൽ കേരളം കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുന്നു. ഇതാ 8 മണിയാകുന്നു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ വോട്ടുകളാണ്, തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. അതുപോലെ തന്നെ ഹോം വോട്ടുകൾ പ്രായമായവർക്ക് വീടുകളിലെത്തി വോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ